നമസ്കാരം. പയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന് ഉറപ്പു പറയുകയും 400 എന്നതാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയും ഇതിനായി മോദി കി ഗ്യാരണ്ടി ആവർത്തിക്കുകയും ചെയ്യുന്ന BJPയെ നേരിടാൻ ന്യായ് ഗ്യാരണ്ടിയുമായി കോൺഗ്രസ്. മണിപ്പൂർ മുതൽ മുംബൈ വരെ രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ കേട്ട പരാതികൾക്ക് പരിഹാരമായി രൂപം കൊടുത്ത ന്യായ് പദ്ധതികളാണ് പ്രകടന പത്രികയുടെ കാതലെന്ന് ഇന്നത്തെ പ്രവർത്തക സമിതി യോഗത്തിലെ പ്രഖ്യാപനം. ജോലിയിൽ വനിതകൾക്ക് 50% സംവരണവും 1 ലക്ഷം രൂപ വാർഷിക വരുമാനവും മുതൽ 30 ലക്ഷം കേന്ദ്ര സർക്കാർ ജോലികൾ വരെ വാഗ്ദാനം ചെയ്യുന്ന 5 ഉറപ്പുകൾ മോദി ഗ്യാരണ്ടിയെ ചെറുക്കുന്ന ഗെയിം ചേഞ്ചർ ആകുമെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. ഭരണത്തിലെത്താൻ കഴിയാത്ത കോൺഗ്രസിന് എന്ത് ഉറപ്പ് വേണമെങ്കിലും നൽകാമല്ലോ എന്ന കളിയാക്കൽ നേരിടുമ്പോൾ പയൻ ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. മോദി ഗ്യാരണ്ടിയെ നേരിടാൻ ന്യായ് ഗ്യാരണ്ടിക്ക് കഴിയും. പയൻ ഡിബേറ്റിൽ BJP സഹയാത്രികൻ ശ്രീ TG മോഹൻദാസ്, കോൺഗ്രസ് വക്താവ് ശ്രീ VR അനൂപ്, CPM സഹയാത്രികൻ ശ്രീ K ജയചന്ദ്രൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ജയചന്ദ്രൻ, ഇന്നത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ കോൺഗ്രസിന്റെ ഇത്തവണത്തെ പ്രകടന പത്രികയ്ക്ക് അതിന്റെ ഒരു ഏകദേശ രൂപം എന്നല്ല അന്തിമ രൂപത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞു. ഇനി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അനുമതിയോടുകൂടി വരും ദിവസങ്ങളിൽ അടുത്ത ദിവസം തന്നെ പ്രകടന പത്രിക പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇതിപ്പോൾ എന്താണ് പ്രകടന പത്രികയുടെ ഉള്ളടക്കം എന്ന് ഏകദേശം വന്നു കഴിഞ്ഞു കാര്യങ്ങൾ. അത് 5 തന്ത്രങ്ങൾ അല്ലെങ്കിൽ 5 ന്യായ്, 5 വിഭാഗങ്ങൾക്കുള്ള നീതി ഉറപ്പാക്കുന്ന, അങ്ങനെയാണല്ലോ 5 ന്യായ് എന്ന് വന്നിരിക്കുന്നത്. നീതി ഉറപ്പാക്കുന്ന പദ്ധതികൾക്കാണ് കാതൽ എന്ന രീതിയിൽ ഇടം കൊടുത്തിരിക്കുന്നത്. അതിൽ യുവാക്കൾ വന്നിട്ടുണ്ട്, വനിതകൾ വന്നിട്ടുണ്ട്, തൊഴിലാളികൾ വന്നിട്ടുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ വന്നിട്ടുണ്ട്, കർഷകർ വന്നിട്ടുണ്ട്. താങ്കൾ അതിന്റെ ഒരു ഏകദേശ രൂപം കണ്ടു കാണുമല്ലോ. ഇത് മോദി ഗ്യാരണ്ടിയെ അത് ഇതിനകം തന്നെ രാജ്യമാകമാനം വ്യാപിച്ചു കഴിഞ്ഞുവല്ലോ. മോദി ഗ്യാരണ്ടിയെ ചെറുക്കുവാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടോ? അല്ല, ഇതിപ്പോ മഞ്ജുഷ ഇന്ന് ഭൂപീന്ദർ സിംഗ് ഹൂഡ CWCക്ക് ശേഷം വ്യക്തമാക്കിയതും പിന്നീട് ട്വിറ്ററിൽ എക്സിൽ ഇപ്പോൾ കാണുന്നതും അവരുടെ ഒരു എന്താണ് ഒരു ഡിസ്കഷൻ ടോപ്പിക് എന്നുള്ള നിലയിലേക്കാണ് ഇത് ഉയർന്നു വന്നിട്ടുള്ളതെന്നും ഇതാണ് പ്രകടന പത്രികയുടെ ഫോക്കസായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്നുമാണല്ലോ നമ്മൾ അറിയുന്നത്. അത് ഇനി അങ്ങനല്ല, ഇത് തന്നെയാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ ആവുകയും ചെയ്യട്ടെ, അതിലൊന്നും കുഴപ്പമില്ല. അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് അത്തരം മുദ്രാവാക്യങ്ങളുമായി മാനിഫെസ്റ്റോയുമായി രംഗത്തിറങ്ങേണ്ടതുണ്ട്. അതൊക്കെ ചെയ്യട്ടെ. പക്ഷേ അടിസ്ഥാന പ്രശ്നം താങ്കൾ ചോദിച്ചതുപോലെ തന്നെ ഈ മോദിയുടെ തേരോട്ടം, അതിന് മേലേക്ക് രാഹുൽ ഗാന്ധിയുടെ തേരോട്ടം കടന്നു കയറുമോ എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. അത് നമ്മൾ അതിൽ വ്യവച്ഛേദിച്ച് ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് മുമ്പ് കാണേണ്ട പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഏറ്റവും മുന്നണി പോരാളിയായി നിൽക്കുന്ന, നേതൃബിംബമായി നിൽക്കുന്ന പാർട്ടിയാണല്ലോ കോൺഗ്രസ്. ആ കോൺഗ്രസ് ആ മുന്നണി സംവിധാനത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ, നടപടികൾ, ഐക്യസാധ്യതകളുടെ ശൈഥില്യങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് ഈ ഇലക്ഷൻ ഇയറിങ്ങിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണെങ്കിലും ഈ ക്യാമ്പയിൻ കുറച്ച് നാളായിട്ട് നടക്കുന്നുണ്ടല്ലോ, രാജ്യവ്യാപകമായിട്ടും ഒക്കെ നടക്കുന്നുണ്ട്, കേരളത്തിലും സവിശേഷമായി തന്നെ അത് പോകുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെയായിരുന്നു ഇവരുടെ ഈ നിലപാട് ഒക്കെ ഉണ്ടായത്, ഘടകകക്ഷിയുള്ള സമീപനം എന്തായിരുന്നു, ഇതൊക്കെ ഇവരുടെ പോൾ പ്രോസ്പെക്ട്സിനെ ബാധിക്കുമോ എന്നുള്ളത് സംബന്ധിച്ച ഒരാലോചന എവിടെയെങ്കിലും നടന്നതായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അത്തരത്തിലുള്ള ഇപ്പോൾ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ആ അഭിപ്രായങ്ങൾ മാത്രമായിട്ട് അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കുന്ന നിലയാണ് നമ്മൾ നിരന്തരമായി കണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണല്ലോ ഈ പ്രകടന പത്രിക എന്ന് പറയുന്നത്. അതാണ് ഈ 5 ഉറപ്പുകൾ എന്ന രീതിയിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലൂന്നി തന്നെയായിരിക്കും എന്നതിൽ സംശയമില്ല. കാരണം ഇന്ന് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം KC വേണുഗോപാൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഗെയിം ചേഞ്ചർ ആകുമെന്നാണ്. അതായത് ഈ 5 ഉറപ്പുകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഗെയിം ചേഞ്ചർ ആകും. മോദി ഗ്യാരണ്ടിയെ നേരിടാൻ ഇത്
സഹായകമാകും. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഗ്യാരണ്ടിയാണ്, പക്ഷേ ന്യായ് ഗ്യാരണ്ടി എന്ന കോൺഗ്രസിന്റെ മുദ്രാവാക്യം അതൊരു പാർട്ടിയുടേതാണ്. അത് മാത്രമല്ല, കർണാടകത്തിൽ ഈ ഗ്യാരണ്ടി എന്ന വാക്ക് പോലും ആദ്യമായി ഉപയോഗിച്ചത് കോൺഗ്രസ് ആണ്. അത് കർണാടകത്തിലായിരുന്നു. അതവിടെ വിജയം കാണുകയും ചെയ്തു. അതിനുശേഷം BJP ഇത് കടമെടുക്കുകയായിരുന്നു. അങ്ങനെ ഇത് മോദി ഗ്യാരണ്ടിയായി പരിണമിച്ചു. ഇതാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമുള്ള നേതാക്കളുടെ വാക്കുകൾ. ഞാൻ കണ്ടു KC വേണുഗോപാലിൻ്റെ അഭിപ്രായം ഞാൻ വായിക്കുകയും ചെയ്തതാണ്. അതാണ് ഗെയിം ചേഞ്ചർ ആവുന്നത് ഇങ്ങനെയാണ് എന്നാണ് പിന്നെ കോൺഗ്രസിൻ്റെ സംഘടനാകാരി ജനറൽ സെക്രട്ടറി കരുതുന്നതെങ്കിൽ അത് വളരെ പിന്നെ പരിതാപകരമാണെന്നേ പറയാനുള്ളൂ. ഗെയിം ചേഞ്ചർ ആവുന്നത് ഇങ്ങനെയാണെങ്കിൽ. കാരണം ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ 5 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതിൻ്റെ 25 ഗ്യാരണ്ടികൾ എന്ന് പറയുന്നത് ഒറ്റ നോട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഇത് ബഹുഭൂരിപക്ഷവും ഈ 25 എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷവും വെൽഫെയർ മെഷേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഈ വെൽഫെയർ മെഷേഴ്സ് ഒരു രാജ്യത്തുണ്ടാവണമെങ്കിൽ അതിനും മുന്നോടിയായിട്ടുണ്ടാവുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങൾ, പിന്നെ പ്രത്യേകിച്ചും സാമ്പത്തിക മേഖലയിൽ എന്താണ് നമ്മളുടെ പിന്നെ ഈ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള കോൺഗ്രസിൻ്റെ അവലോകനം അല്ലെങ്കിൽ നിലപാട്, ഈ 5 കാര്യത്തിൽ അതൊന്നും കാണുന്നേ ഇല്ല. അത് വേണമെങ്കിൽ ഞങ്ങളത് പിന്നീട് പറയും എന്ന് പറയാം, പക്ഷെ അതാണ് ആദ്യം പറയേണ്ടത്. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും അങ്ങനെയാണല്ലോ വരേണ്ടത്. അതല്ലാതെ ഈ വെൽഫെയർ മെഷേഴ്സിനെ ബേസ് ചെയ്ത ഇത്തരം ഈ 25-ൽ 20ഓളം എണ്ണം അങ്ങനെ തന്നെയാണ് വരുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഗെയിം ചേഞ്ചർ ആവുന്നതെന്ന് പറയാൻ. അതാണ് ഞാൻ പറഞ്ഞത്, അത് പരിതാപകരമാണ് അത്ര നിലപാടെന്നൊക്കെ പറയുന്നത്. ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ, അദ്ദേഹം കേവലം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി വളർന്ന് കോൺഗ്രസിന്റെ സംഘടനാകാരി ജനറൽ സെക്രട്ടറി ആയിട്ട് 2019 മുതൽ പ്രവർത്തിച്ചു വരുന്ന ആളാണല്ലോ. ഈ അദ്ദേഹത്തിന് ഇതാണ് ഗെയിം ചേഞ്ചർ പറയുമ്പോൾ ഈ കളി മൊത്തം മാറ്റാൻ പോകുന്നത് ഈ ഇത്തരം നടപടികൾ വഴിയാണ് എന്നുള്ളതിനോട് അദ്ദേഹത്തെ പോലെ ഒരാൾ പറയുമ്പോൾ യോജിക്കാൻ നിവൃത്തിയില്ല. എന്നെ സംബന്ധിച്ച് ഞാനത് വിയോജിക്കുകയാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഞാൻ കോൺഗ്രസിന്റെ ആ വാദത്തെ എന്തുകൊണ്ട് താങ്കൾക്ക് അംഗീകരിക്കുവാൻ മടിയുണ്ട്? എന്തുകൊണ്ട് താങ്കൾ അംഗീകരിക്കുന്നില്ല? ഇത് കേരളത്തിലിരുന്ന് പറയുന്നത് കൊണ്ടാണോ ഇത്? ഇവിടെ കോൺഗ്രസിനെ അനുകൂലിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണോ അത്? അല്ല, കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ആ ഉള്ളടക്കത്തിലോ പശ്ചാത്തലത്തിലോ അത് മനസ്സിൽ വെച്ചുകൊണ്ടോ അല്ല ഞാനിത് പറയുന്നത്. കോൺഗ്രസിനെ പോലുള്ള, നമ്മളെപ്പോഴും പറയുമല്ലോ, ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടി 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് ഇന്നത് വരുന്നതെന്ന് ഓർക്കണം. അങ്ങനെ വരുമ്പോൾ അവർ മുമ്പോട്ട് വെക്കുന്ന 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അവർ മുമ്പോട്ട് വെക്കാൻ പോകുന്ന ഇലക്ഷൻ മാനിഫെസ്റ്റോയുടെ കാതലായ വശങ്ങൾ ഇതാണ് എന്ന് പറയുന്നതാണ് എനിക്ക് വിയോജിപ്പെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താണ് നിങ്ങളുടെ സാമ്പത്തിക പദ്ധതികൾ എന്തൊക്കെയാണ്? കാരണം 1991-ൽ മൻമോഹൻ സിംഗ് സർക്കാരാണല്ലോ ഇവിടെ ആഗോളീകരണം ഉദാരീകരണം ഒക്കെ കൊണ്ടുവന്നത്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണല്ലോ പിന്നീട് നടന്ന മുഴുവൻ കാര്യങ്ങളും ഉണ്ടാവുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തൊഴിലില്ലായ്മയൊക്കെ രൂക്ഷമാവുന്നതിൻ്റെ അടിസ്ഥാന കാരണം തന്നെ അതാണെന്നുള്ളത് പിന്നീട് ജയറാം രമേശിനെ പോലുള്ളവർ എത്രയോ തവണ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. ജയറാം രമേശ് ഇപ്പോഴും നേതൃത്വവുമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, CWCയിൽ ഉള്ള ആളല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്താണ് നിലപാട്? പുതുതായിട്ട് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേക്ക് എന്തെങ്കിലും നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളിൽ കാതലായൊരു മാറ്റം വരുന്നുണ്ടെങ്കിലാണ് ബാക്കി കാര്യങ്ങൾ, ഈ പറഞ്ഞ വെൽഫെയർ മെഷർ എന്ന് എനിക്ക് തോന്നിച്ച കാര്യങ്ങളിലേക്ക് ഇവർക്ക് ആ തരത്തിൽ ഒരു ഗെയിം ചേഞ്ചർ ആവാൻ കഴിയുക എന്നാണ് എൻ്റെ ബോധ്യം. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയോ പശ്ചാത്തലത്തിലോ ഉള്ള ഒരു അഭിപ്രായ പ്രകടനമായിട്ടേ അതിനെ കാണേണ്ടതില്ല. ശരി, ശ്രീ TG മോഹൻദാസ്, ഈ കോൺഗ്രസ് ഇന്ന് ആത്മവിശ്വാസത്തോടെ പറയുകയാണ് ഈ മോദി ഗ്യാരണ്ടിക്ക് എതിരായിട്ട് ഞങ്ങൾ ന്യായ് ഗ്യാരണ്ടി കൊണ്ടുവരികയാണ്. നേരത്തെ ഈ 5 ഉറപ്പുകൾ പ്രഖ്യാപിച്ചതാണ്. ഈ 5 വിഭാഗങ്ങളിലായിട്ട് ഓരോ വിഭാഗത്തിലും 5 വാഗ്ദാനങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും കൂടുതൽ പ്രചാരണം നൽകുന്നതും വനിതകൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന നാരി ന്യായ് പദ്ധതിയാണ്. അവിടെയാണല്ലോ ഈ 50% സർക്കാർ ജോലികൾ വനിതകൾക്കായി സംവരണം ചെയ്യുന്നത്. പിന്നെ ഓരോ കുടുംബത്തിലെയും ഒരു വനിതയ്ക്കെങ്കിലും 1 ലക്ഷം രൂപയുടെ വരുമാനം ഉറപ്പ് നൽകുന്ന കാര്യം. ഇതുപോലെ ഒരുപാട് പദ്ധതികൾ, അതിൽ കർഷകർക്ക് വേണ്ടിയുള്ള കിസാൻ ന്യായ് പദ്ധതി വരുന്നു, യുവാക്കൾക്ക് വേണ്ടിയുള്ള യുവ ന്യായ് വരുന്നു, ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് തുല്യത ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ഹിസ്സദ്ദാരി ന്യായ് വരുന്നു, ശ്രമിക് ന്യായ് തൊഴിലാളികൾക്ക് വേണ്ടി വരുന്നു. അവിടെയാണ് ഈ മിനിമം വേജ് ഉറപ്പ് വരുത്തുന്നത്, 400 രൂപ മിനിമം ദിവസക്കൂലി എന്ന രീതിയിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ വരികയാണ്.
ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ കാതൽ പ്രകടന പത്രികയുടെ ഇത്തവണത്തെ കോൺഗ്രസിന്റെ. ഇക്കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഇന്ന് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും നേതാക്കൾ പറഞ്ഞത് ഇത് തന്നെയാണ്. പിന്നെ അതുകൂടാതെ ഈ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കശ്മീരിനുള്ള സംസ്ഥാന പദവി, ലഡാക്കിനുള്ള പ്രത്യേക പദവി, പിന്നെ പഴയ പെൻഷൻ പദ്ധതിയിലേക്കുള്ള തിരിച്ചുപോക്ക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനൊപ്പം തന്നെ വരുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് ഈ ന്യായ് ഗ്യാരണ്ടിയെക്കുറിച്ച്, ഇപ്പോൾ ഈ കോൺഗ്രസ് നൽകുന്ന ഉറപ്പിനെക്കുറിച്ച്? അത് രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളാണെന്നാണല്ലോ പറയുന്നത്. എങ്ങനെ താങ്കൾ ഇതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നു? അതിലെനിക്ക് രസകരമായ ഒരു സംഗതിയായിട്ട് തോന്നിയത്, ഗ്യാരണ്ടി എന്നുള്ള വാക്കിൻ്റെ പേറ്റൻ്റ് കോൺഗ്രസ്സിനാണ്. ഞങ്ങളാണ് അത് ആദ്യം ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ട് മോദി അത് കോപ്പി ചെയ്യുകയായിരുന്നു. ഇതൊക്കെ ഗ്യാരണ്ടി ഒരു ഇംഗ്ലീഷ് വാക്കാണ്. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഗ്യാരണ്ടി എന്നുള്ള വാക്കുണ്ട്. മഞ്ജുഷിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല, പക്ഷേ ശ്രീ ജയചന്ദ്രന് തീർച്ചയായിട്ടും ഓർമ്മയുണ്ടാകും. പണ്ട് ജീവൻ ടോൺ എന്ന് പറഞ്ഞ് തടി വയ്ക്കുന്ന ഒരു ലേഹ്യം പോലത്തെ സാധനം വിൽക്കാനുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഗ്യാരണ്ടി എന്നുള്ള വാക്ക് കാണുന്നത് ജീവൻ ടോൺ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് പണ്ടേ തടി കുറവാണ്. തടി കൂടണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ ഒരു ഭരണി ജീവൻ ടോൺ മേടിച്ചു. അപ്പോൾ അന്ന് പരസ്യത്തിൽ ജീവൻ ടോൺ കഴിക്കുന്നതിന് മുമ്പ്, കഴിച്ചതിന് ശേഷം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോയും വരും. അപ്പോൾ ഞാൻ ഈ ജീവൻ ടോൺ മേടിച്ചിട്ട് നേരെ അടുത്ത സ്റ്റുഡിയോയിൽ പോയി ഒരു ഫോട്ടോയും എടുത്തു. കാരണം ഇത് കഴിച്ചാൽ പിന്നെ തടിക്കുമല്ലോ, അപ്പോൾ തടിയില്ലാത്തൊരു ഫോട്ടോ വേണമല്ലോ, അതുകൊണ്ട് ഫോട്ടോയും എടുത്തു. ചുരുക്കത്തിൽ ജീവൻ ടോണിന് കൊടുത്ത കാശും പോയി, ഫോട്ടോയുടെ കാശും പോയി. ഞാൻ ഇന്നും മെലിഞ്ഞുണങ്ങി ഇത്രയും വർഷത്തിന് ശേഷവും ഗ്യാരണ്ടി ഇല്ലാതെ കഴിഞ്ഞുകൂടുന്നു. അപ്പോൾ ഈ ഗ്യാരണ്ടി എൻ്റെ സ്വന്തമായിരുന്നു, അത് മറ്റേയാൾ അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്ന നാണക്കേടല്ലേ. ഇനി ഗ്യാരണ്ടി എടുത്തോ, എന്താ നാരി ഗ്യാരണ്ടി. 20 സ്ഥാനാർത്ഥികൾ കേരളത്തിൽ മത്സരിക്കുന്നുണ്ട്. എത്ര നാരിയുണ്ട് അക്കൂട്ടത്തിൽ? ഒരു രമ്യ ഹരിദാസല്ലേ ഉള്ളൂ. ഇടതുപക്ഷത്ത് 2 പേരോ മറ്റല്ലേ ഉള്ളൂ. CPI കൂടെ ചേർന്നാൽ 3 പേരാണെന്ന് തോന്നുന്നു. ഇതല്ലേ ഉള്ളൂ. എത്ര ശതമാനമാണ്? 5% അല്ലെങ്കിൽ 6%. ഇതല്ലേ. BJPക്കാർക്ക് പിന്നെയും അവകാശപ്പെടാം. അവർ 4 സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല, 12 പേരെ പ്രഖ്യാപിച്ചു. ആ 12-ൽ 3 പേര് സ്ത്രീകളാണ്. അതായത് 25%. അതെങ്കിലും അവർക്ക് അവകാശപ്പെടാനുണ്ട്. ഇവർക്ക് എന്ത് അവകാശപ്പെടാനുണ്ട്? എന്ത് നാരി ശക്തിയാണ്? ആരായിരുന്നു തടസ്സം സ്ത്രീകളെ സ്ഥാനാർത്ഥികളാക്കാൻ? എന്നിട്ട് നാരി ശക്തി എന്ന് പറയുക. എന്ത് ചെയ്യാൻ പോവാണ് നിങ്ങൾ? നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് നോക്കുന്ന ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്ന ഒരാളെയാണ്, 20-ൽ ഒരാളെ. എന്നിട്ട് കോൺഗ്രസ് നാരി ശക്തി ഉണ്ടാക്കാൻ പോകുന്നു. ഈ ബാക്കി ശക്തിയെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടെ നാണക്കേടാവും. കോൺഗ്രസ് ഈ ഗ്യാരണ്ടി എന്നുള്ള വാക്ക് എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു റിയാക്റ്റീവ് ടേമാണ്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് മോദി പറയുന്നു. അതിന് കാര്യം എന്താ? അത് ഫാസിസമാണ്, ഏകാധിപത്യമാണെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാകാം. അതങ്ങനെയല്ല. കാരണം ഭൂലോകത്തെ സകല കുറ്റത്തിനും ഉത്തരവാദി മോദിയാണ് എന്നാണ് ഇവർ പറയാറുള്ളത്, ഇല്ലേ? ഉത്തർപ്രദേശിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ പോലും യോഗിയല്ല, മോദിയാണ് അതിന് ഉത്തരവാദി. മഹാരാഷ്ട്രയിൽ നടന്നാൽ മോദിയാണ് ഉത്തരവാദി. തമിഴ്നാട്ടിൽ ജാതിക്കലാപം ഉണ്ടായാൽ മോദിയാണ് ഉത്തരവാദി, സ്റ്റാലിൻ അല്ല. സ്റ്റാലിൻ ദൈവം തമ്പുരാനാണല്ലോ, അങ്ങേരെ പറ്റി മിണ്ടാമില്ല. ഇതൊക്കെ മോദിയാണ് ഉത്തരവാദി. അതുകൊണ്ട് മോദി അങ്ങ് ഏറ്റെടുത്തു. മോദി പറഞ്ഞു, ശരി, എൻ്റെ ഗ്യാരണ്ടി ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. ഇവർക്ക് അതിന് പകരമായിട്ടൊരു വാക്കിറക്കുക എന്ന് പറഞ്ഞാൽ അതൊരു റിയാക്റ്റീവ് ടേമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. ഇവർക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലും വയ്ക്കാനുണ്ടോ? ഒന്നുമില്ല. മോദിയെ മെയിൻ അജണ്ട എന്താ? മോദി ഹട്ടാവോ ദേശ് ബച്ചാവോ. ഇതാണ് പരിപാടി. മോദിയെ മാറ്റുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഞങ്ങളെല്ലാവർക്കും സ്വർഗ്ഗരാജ്യം കൊടുക്കും. അല്ലെ, ഇപ്പോൾ ഉള്ളപ്പോൾ നിങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് പോലും സ്വർഗ്ഗരാജ്യം കൊടുത്തില്ലല്ലോ. അല്ല, അതൊക്കെ പിന്നെ ഞങ്ങൾ കൊടുക്കാന്നേ, നോക്കാന്നേ. ഇതൊക്കെയാണ് ഈ പറയുന്നത്. അർത്ഥശൂന്യമായ ഡയലോഗ്. പിന്നെ എന്ത് വാഗ്ദാനം? കോൺഗ്രസ് ഏതായാലും അധികാരത്തിൽ വരാൻ പോകുന്നില്ല, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോകുന്നില്ല. സാമാന്യ ബുദ്ധിയുള്ള ആരും തന്നെ ആസ് ഓഫ് നൗ, ഇന്നത്തെ തീയതിയിൽ, നാളെ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് എന്ത് വാഗ്ദാനം വേണമെങ്കിലും കൊടുക്കാം. ഞാൻ പണ്ട് തമിഴ്നാട്ടിലെ ഒരു വർക്ക്ഷോപ്പിൽ വണ്ടി റിപ്പയർ ചെയ്യാൻ നേരത്ത് ഒരു ചെറിയ സാധനം വേണം. അതിന് ഒരു പയ്യനെ വിട്ടു, ആ കടയിൽ പോയി മേടിക്കണം. അവൻ അവിടെ നിന്ന് ഫോൺ ചെയ്തു, മലയാളി 40 രൂപയുടെ സാധനം 150 രൂപ ചോദിക്കുന്നു അയാൾ.
കൊടുക്കാന്ന് പറയടാ, നമ്മ എന്നാ ദുഡോ കൊടുക്കപ്പുറം കടം മേടിക്കല്ലേ, തിരിച്ചു കൊടുക്കാനൊന്നും പോണില്ലല്ലോ. നീ ചുമ്മാ മേടിച്ചോ, അയാൾക്ക് 150 അല്ല 5 പൈസ പോലും കൊടുക്കാൻ പോണില്ല. ഇങ്ങനെ കോൺഗ്രസിനറിയാം അധികാരത്തിൽ വരാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും വാഗ്ദാനം ചെയ്യാം. എല്ലാവർക്കും മാസം 20,000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കും. സന്തോഷം എല്ലാവർക്കും. പണിയെടുക്കാതെ 20,000 രൂപ വെച്ച് മാസം കിട്ടിക്കൊണ്ടിരിക്കും, സന്തോഷമായിട്ട് കഴിയാം. രാഹുൽ ഗാന്ധിക്കും സന്തോഷം, അങ്ങേരും വലിയ പണിയൊന്നും എടുക്കുന്ന മനുഷ്യനല്ല, അപ്പോൾ എല്ലാവർക്കും സന്തോഷം. ഇത് വാഗ്ദാനം ചെയ്യാൻ പറ്റുന്നത് നാളെ ഇവർ അധികാരത്തിൽ വരില്ല, ആരും ഇവരോട് കണക്ക് ചോദിക്കാനില്ല. മോദിക്ക് അങ്ങനെയല്ല, അദ്ദേഹം അധികാരത്തിൽ വരും, കുറഞ്ഞ പക്ഷം അദ്ദേഹമാണ് ഇപ്പോൾ അധികാരത്തിൽ വരുന്നത് എന്നുള്ളൊരു ഇമ്പ്രഷനെങ്കിലും നിലവിലുണ്ട്. അതുകൊണ്ട് ഹി ഹാസ് ടു ബി മോർ കെയർഫുൾ. ഇറസ്പോൺസിബിളായിട്ടൊരു വാഗ്ദാനം കൊടുക്കാൻ പറ്റില്ല, കൊടുത്താൽ നാളെ ചോദ്യം ചെയ്യപ്പെടും. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഈ ചോദ്യം നിങ്ങളിത് വെറുതെ അധികാരത്തിൽ വരില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നൽകുന്ന വാഗ്ദാനമല്ലേ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ഈ 2004 ഇന്ത്യ ഷൈനിങ് ഉണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് കോൺഗ്രസ് പ്രകടന പത്രിക കൊണ്ടുവന്നിരുന്നു. അവിടെ എല്ലാവരും കളിയാക്കിയതാണ് കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ പ്രകടന പത്രികയെയും. പക്ഷേ അവിടെ വിജയം വരിക്കാൻ കഴിഞ്ഞു എന്നുള്ള മറുപടി നൽകുന്നുണ്ട്. അത് നൽകുവാൻ ഇപ്പോൾ കോൺഗ്രസിന് കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കാം. അതിപ്പോൾ നിങ്ങൾ അധികാരത്തിൽ വരാത്തത് കൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നതല്ലേ എന്ന് പറയുന്നത് അതൊരു കളിയാക്കലല്ലേ ടി.ജി? അതെ, ഞാൻ കളിയാക്കിയതാണ്. അതിൽ തെറ്റെന്താ? എൻ്റെ ആർഗ്യുമെൻ്റ് എന്താ? 20 സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് നിങ്ങൾ ആകെ ഒരു വനിതയ്ക്ക് സീറ്റ് കൊടുത്തുള്ളൂ. നിങ്ങൾ എന്ത് നാരീശക്തി, എന്ത് നാരീ ന്യായമാണ് നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത്? അതിന് സമാധാനം പറഞ്ഞു. നിങ്ങൾ അധികാരത്തിൽ വരുന്നൊക്കെ ഉള്ളത് പോട്ടേന്ന്. നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ നിയന്ത്രണത്തിൽ 20 സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഒരൊറ്റ സ്ഥാനാർത്ഥിയായി പോയി? നിങ്ങൾക്ക് BJPക്ക് വേണമെങ്കിൽ ഒരു സ്ത്രീയെ പോലും നിർത്താതെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. കാരണം അവരുടെ ധിക്കാരം, അവരുടെ അഹങ്കാരം, അവരുടെ ഫാസിസം, അവരുടെ സവർണ ബ്രാഹ്മണിക്കൽ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ വെച്ചിട്ട് അവർ ഈ സ്ത്രീകളെ നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ചീത്ത പറയാം. ഇതിപ്പോൾ നേരെ തിരിച്ചല്ലേ? ഇതിന് ഭരണം വേണ്ടല്ലോ. നിങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്താൻ ഭരണം ആവശ്യമില്ലല്ലോ. സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ എന്തുകൊണ്ട് സ്ത്രീകൾക്കൊരു പരിഗണന കൊടുത്തില്ല? ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടേ ഇവർ. അത് കഴിഞ്ഞല്ലേ അധികാരം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലേ അധികാരം കിട്ടുന്നത്. പിന്നെ 2004 അധികാരം കിട്ടി, ശരിയാണിപ്പോൾ. 1952 അധികാരം കിട്ടിയെന്ന് പറയാം ജവഹർലാൽ നെഹ്റുവിന്. അത് കഴിഞ്ഞിട്ട് 57 ജവഹർലാൽ നെഹ്റു തന്നെ വന്നില്ലേ, 62 വന്നില്ലേ? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പുകൾ മാറി മറിഞ്ഞും ഒക്കെ വന്നിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾ അഹങ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമല്ല, നിങ്ങൾ സ്വയം കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയിട്ട് വർഷം എത്രയായി? രാജീവ് ഗാന്ധിക്ക് ശേഷം കോൺഗ്രസ്സിന് ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ടോ? ന്യൂനപക്ഷ സർക്കാരുകളായിരുന്നു എല്ലാം. നിങ്ങളുടെ ഘടകകക്ഷികളെല്ലാം ചേർന്ന് നിങ്ങളെ താങ്ങി നിർത്തി. കാരണം അല്ലെങ്കിൽ BJP വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ആ താങ്ങുമില്ലാതെ 2014 ആദ്യമായിട്ട് BJP അധികാരത്തിൽ വന്നു. അതവരുടെ മിടുക്കല്ലേ. ഞാൻ എൻ്റെ ഇടതുപക്ഷ സുഹൃത്തുക്കളോടും കോൺഗ്രസ് സുഹൃത്തുക്കളോടും പറയാറുണ്ട്, നിങ്ങൾ മോദിയെ എന്ത് തെറി വേണമെങ്കിലും വിളിച്ചോ. നിങ്ങൾ സാധാരണ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണല്ലോ ഫാസിസ്റ്റാണ്, ഏകാധിപതിയാണ്, കുന്തമാണ്, കുടച്ചക്രമാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ബുദ്ധിശൂന്യനെന്ന് അദ്ദേഹത്തെ വിളിക്കരുത്. ബുദ്ധിയുള്ള മനുഷ്യനാണ്. അല്ലെങ്കിൽ ഭാരതത്തിൽ 2 തവണ പ്രധാനമന്ത്രിയാകാൻ സാധ്യമല്ല. അങ്ങേര് നെഹ്റു കുടുംബത്തിൽ വന്നൊന്നും അല്ലല്ലോ, എന്നിട്ടും 2 തവണ പ്രധാനമന്ത്രിയായി. അതൊരു ജനസ്വാധീനത്തിൻ്റെ തെളിവല്ലേ അത്? നിങ്ങൾക്ക് അതിന് പകരം വയ്ക്കാൻ ഒരാളുണ്ടോ? ഞാൻ പറയട്ടെ, ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നു, രാഹുലിൻ്റെ ഗ്യാരണ്ടി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മോദിയുടെ ഗ്യാരണ്ടി എന്ന് ഉത്തരവാദിത്തം അങ്ങേരെ ഏറ്റെടുക്കുമ്പോൾ തിരിച്ചപ്പുറത്ത് രാഹുൽക്ക് ഗ്യാരണ്ടി എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? പക്ഷേ അതിന് കോൺഗ്രസ് മറ്റൊരു ന്യായമാണ്, ഇതിന്റെ എതിർ ന്യായമാണ് അവർ പറയുന്നത്. കോൺഗ്രസ് അനൂപ് അല്പസമയത്തിനകം ചേരും, അദ്ദേഹം ഇതിന് മറുപടി പറയണം. അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് പാർട്ടിയുടെ ഗ്യാരണ്ടിയാണ് ഞങ്ങൾ നൽകുന്നത്, മറിച്ച് വ്യക്തിയുടെ ഗ്യാരണ്ടിയാണ് എതിർവശത്ത് നൽകുന്നത് എന്നാണ്. അതെ, വ്യക്തിയുടെ ഗ്യാരണ്ടി നൽകുന്നത് ആ വ്യക്തിയുടെ നേർക്ക് നിങ്ങൾ എല്ലാ ആരോപണവും കൊണ്ടുവന്നതുകൊണ്ടാണ്. നിങ്ങൾ ഒരിക്കലും BJPയെ എതിർത്തിട്ടില്ല, ഉണ്ടോ? ഇല്ല. മോദിയാണ്, മോദി ഹട്ടാവോ, BJP ഹട്ടാവോ അല്ല മുദ്രാവാക്യം, മോദി ഹട്ടാവോയാണ്. നിങ്ങൾ നിതിൻ ഗഡ്കരിയെ നിങ്ങൾ പരിഹസിക്കാറുണ്ടോ? രാജ്നാഥ് സിംഗിനെ പരിഹസിക്കാറുണ്ടോ? അശ്വിനി വൈഷ്ണവിനെ വിമർശിക്കാറുണ്ടോ? നിർമ്മല സീതാരാമനെ വിമർശിക്കാറുണ്ടോ? ഒരു മനുഷ്യൻ നിങ്ങൾ സകല കുറ്റവും നിങ്ങൾ മോദിയുടെ നെഞ്ചത്ത് വയ്ക്കും. മോദി അത് ഏറ്റെടുത്തു, അതെ ഞാൻ തന്നെയാണ് ഉത്തരവാദി, ആയിക്കോട്ടെ, മോദിയുടെ ഗ്യാരണ്ടി. ഇതുപോലെ എൻ്റെ കുറ്റമാണ്, മിയാ കുൾപ്പ, മിയാ മാക്സിമ കുൾപ്പ എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഒരു പൊളിറ്റീഷ്യനെ കാണിച്ചു തന്നെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ. ഹീ ഈസ് ടേക്കിംഗ് എവറി റെസ്പോൺസിബിലിറ്റി.
ഓക്കെ, ഞാൻ ഫാസിസ്റ്റാണ്, ഏകാധിപതിയാണ്, ആയിക്കോട്ടെ, എൻ്റെയാണ്, എന്ത് സംഭവിച്ചാലും വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും എന്ത് അലമ്പാണെങ്കിലും എൻ്റെ തലയിൽ എൻ്റെ ഗ്യാരണ്ടി ഞാൻ ഏറ്റു. ഇതുപോലെ പറയാൻ അപ്പുറത്തൊരാളുണ്ടോ? ശരി, ഇതാണ് ചോദ്യം. ശ്രീ ജയന്തൻ സാർ, ഇന്ത്യ മുന്നണിക്ക് ഒരാളില്ല. ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, ഗ്യാരണ്ടിയുമായിട്ട് പോയിട്ടൊന്നും കാര്യമില്ല. അതിനോട് താങ്കൾ അനുകൂല നിലപാടല്ല സ്വീകരിക്കുന്നതെന്ന്. പക്ഷേ ടി ജി പറഞ്ഞ രണ്ടാമത്തെ കാര്യമുണ്ടല്ലോ, അവിടെ വ്യക്തിയുടെ ഗ്യാരണ്ടി തന്നെയാണ് എന്ന് ടി ജി പറയുകയാണ്. അതിനെന്താണ് കുഴപ്പം? പാർട്ടിയുടെ ഗ്യാരണ്ടി അല്ല, വ്യക്തിയുടെ ഗ്യാരണ്ടിയാണ്, അത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. മറിച്ച് കോൺഗ്രസ് പറയുന്നത് ഇത് പാർട്ടിയുടെ ഗ്യാരണ്ടിയാണെന്നാണ്. അതിൽ താങ്കൾ ഏത് പക്ഷത്താണ് ശ്രീ ജയചന്ദ്രൻ? അത് സ്വാഭാവികമായും ഇന്ത്യൻ ഭരണപക്ഷം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ടെങ്കിലും നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ മേധാവിത്വമാണ് നടക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ലല്ലോ. ഇപ്പോൾ ശ്രീ ടി ജി മോഹൻദാസ് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം അത് ഏൽക്കുന്നു. നിങ്ങൾ പറയുന്നു ഫാസിസ്റ്റാണെന്ന് പറയുന്നു, ഓക്കെ ആണെന്നേ, അത് അങ്ങനെയല്ല, അദ്ദേഹം ഏറ്റവും മഹാനായ പ്രധാനമന്ത്രിയാണെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുകൂലികളുണ്ട്, ആണ്, അങ്ങനെയുമാവാം. അപ്പോൾ വിമർശകരുടെ വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതെ തങ്ങൾ തീരുമാനിക്കുന്ന ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്ന നിലയിലേക്ക് നീങ്ങുന്ന തീവ്ര വലതുപക്ഷ നേതാവ് തന്നെയാണ് മോദി. അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നത് ആ ഒരു സംഘത്തിൻ്റെ ഇപ്പോൾ NDA എന്ന മുന്നണിയുടെ തന്നെ അഭിപ്രായമായിട്ടത് മാറും, സ്വാഭാവികമല്ലേ? കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണല്ലോ യൂണിയൻ ഗവൺമെൻറ്റിനെ നയിക്കുന്നത്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി മുമ്പിൽ നിന്ന് നയിക്കുന്നു, ആ മുന്നണി ഒന്നിച്ച് ഭരിക്കുന്നു. അപ്പോൾ പ്രധാനമന്ത്രി പറയുന്നതാണ് അവിടെ പ്രധാനപ്പെട്ട വാക്യമായി, പ്രധാനപ്പെട്ട തീരുമാനമായി പൊതുസമൂഹം എടുക്കുക. അതങ്ങനെ തന്നെയാണ് വരുന്നത്. ഇനി മഞ്ജുഷ് ചോദിച്ചത് അദ്ദേഹം എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് മുദ്രാവാക്യങ്ങൾ ആണ് വരുന്നത്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ കളക്റ്റീവായിട്ടാണ് കോൺഗ്രസ് മുദ്രാവാക്യം നിർമ്മിക്കുന്നത് എന്നുള്ളതിനെയാണ് ഞാൻ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത്, ഞാൻ വിയോജിക്കുന്നു എന്ന് പറഞ്ഞത്. ഇവിടെ അതങ്ങനെ പറയാൻ ആദ്യം പറഞ്ഞ അതേ ന്യായങ്ങൾ തന്നെ എൻ്റെ കൂടെ ഇപ്പോഴും ഉള്ളത്. കാരണം അത് പറയാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകം മഞ്ജുഷേ, ഈ എന്താണ് മുമ്പോട്ട് വെക്കുന്ന ഇവരുടെ പദ്ധതികളുടെ ഈ 5 രീതിയധിഷ്ഠിതമായ ന്യായങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്നുള്ളത് പരിശോധിക്കാൻ ആരെങ്കിലും തയ്യാറാവേണ്ടതില്ലേ? ഇപ്പോൾ ലേബർ കോഡുകൾ തൊഴിൽ നിയമങ്ങൾ മോദി സർക്കാരാണ് നിർവചിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്തത്. പക്ഷേ ലേബർ കോഡുകൾ എത്രയോ കൊല്ലങ്ങളായിട്ട് നിൽക്കുന്നു ഈ ഇന്ത്യയിൽ. ഇതാരാണ് ഇൻഎഫക്റ്റ് കൊണ്ടുവരുന്നത്? എങ്ങനെയാണ്? ഘട്ടം ഘട്ടമായത് കൊണ്ടുവരുന്നു. നരേന്ദ്രമോദിക്ക് മറ്റാരെയും നോക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യുന്നു, ലേബർ കോഡുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. അതാണല്ലോ ഒരു വശം. മറുവശം നമ്മുടെ ഈ ഇന്ത്യൻ ഭരണഘടന തന്നെ എന്താണ് ഈ പാർലമെൻ്ററി ഡെമോക്രസിയിൽ അധിഷ്ഠിതമായ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ള രാഷ്ട്രമാണ് ഇന്ത്യ. പാർലമെൻ്ററി ഡെമോക്രസിയാണ് നമ്മുടെ അടിസ്ഥാന ഭരണവ്യവസ്ഥ എന്ന് വ്യക്തമായും ഭരണഘടന നിർവചിക്കുന്നുമുണ്ട്. ആ ഇന്ത്യയിലാണ് തിയോക്രാറ്റിക് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള താല്പര്യം മറച്ചുവെക്കാതെ വെളിപ്പെടുത്തുന്ന പ്രധാനമന്ത്രി മോദി ഉൾപ്പെടുന്ന ഇന്ത്യൻ ഭരണവർഗം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനോട് എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട്? രാജ്യം നേരിടുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വെല്ലുവിളി അതാണെന്ന് കോൺഗ്രസ് പ്രസംഗിക്കും പറഞ്ഞാൽ പോരാ. അവരുടെ വിമർശനങ്ങൾ പോകുന്നത് കോൺഗ്രസിന് നേർക്കാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അനൂപിന് മറുപടി പറയണം. അനൂപ്, ഇവിടെ താങ്കൾ വരുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ നടന്നു. ഒന്ന്, ശ്രീ ജയചന്ദ്രൻ പറഞ്ഞത്, അദ്ദേഹം ഒരു CPM സഹയാത്രികനാണല്ലോ, അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ഈ രീതിയിലുള്ള ഒരു ന്യായ് ഗ്യാരണ്ടിയുമായി വന്നിട്ടൊന്നും കാര്യമില്ല, ഈ മോദി ഗ്യാരണ്ടിക്ക് ബദലായി ഞങ്ങൾ ന്യായ് ഗ്യാരണ്ടി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അതൊന്നും വിലപ്പോവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ ടി ജി മോഹൻദാസ് പറയുന്നത് എന്ത് വാഗ്ദാനം വേണമെങ്കിലും കൊടുക്കാമല്ലോ, കാരണം അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പുണ്ട്, അപ്പോൾ എന്ത് പറഞ്ഞാലും അത് നടപ്പാവില്ല എന്ന കാര്യം ഉറപ്പുണ്ട്, അതുകൊണ്ട് കുറേ പദ്ധതികളുമായിട്ട് വരുന്നു. അദ്ദേഹം അതൊരു ഫോക്കസ് ചെയ്ത് വിമർശനം ഉന്നയിച്ചത് നാരി ന്യായ് പദ്ധതിയെക്കുറിച്ചാണ്. ഇവിടെ വനിതകൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും അവസരം നൽകാത്ത, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം അവസരം കൊടുക്കുന്ന കോൺഗ്രസിന് ഇത്തരമൊരു പദ്ധതിയുമായി മുന്നോട്ട് വരാൻ എന്ത് അർഹതയാണ് ഉള്ളതെന്നും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടി, എങ്ങനെ ഗെയിം ചേഞ്ചർ ആകും ഈ ന്യായ് ഗ്യാരണ്ടി, എങ്ങനെ ബദലാകും മോദി ഗ്യാരണ്ടിക്ക്?
ടി.ജി. മോഹൻദാസ് പറയുന്നതിലൊന്നും എനിക്ക് അത്ഭുതമില്ല. അദ്ദേഹത്തിന് സ്വാഭാവികമായും അങ്ങനെ പറയും. പക്ഷെ ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്നു CPM-ൻ്റെ പ്രതിനിധി പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങളിൽ, വാക്കുകളിൽ സിംഹഭാഗം ഉപയോഗിക്കുന്നത് മോദിക്കെതിരെ പറയാനല്ല, കോൺഗ്രസ് ഗെയിം ചേഞ്ചർ ആവില്ല എന്ന് പറയാൻ, അങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം പൗരത്വത്തെക്കുറിച്ച് പറഞ്ഞു, ഈ പറയുന്ന കോൺഗ്രസ് എന്ത് ചെയ്തു എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ വനിതാ സംവരണത്തെക്കുറിച്ച് മോഹൻദാസിനെ പോലുള്ള ഒരാളോട് പറയാനുള്ള മറുപടി ഒന്ന് മാത്രമാണ്. മോദി ഈ രാഷ്ട്രത്തിന് കൊടുക്കുന്ന ഉറപ്പ് എന്ന് പറയുന്നത് കേവലം വാക്കുകൾ മാത്രമാണ്. അദ്ദേഹത്തിന് ഈ രാജ്യത്തെ പൗരന്മാരുടെ തുല്യനിലയെക്കുറിച്ച് പോലും, തുല്യ അഭിമാനത്തോടുകൂടി ഇന്ത്യക്കകത്ത് ജീവിക്കാനുള്ള അവസരം ഉറപ്പ് നൽകുന്നതിൽ പോലും പരാജയപ്പെട്ട ഒരു രാഷ്ട്രത്തിന് പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. പൗരത്വത്തിന് പോലും ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഒരു ഉറപ്പുമില്ലാത്ത ആളാണ് അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടിയെക്കുറിച്ച് പറയുന്നത്. മോദിയുടെ ഉറപ്പ് എന്ന് പറയുന്നത് ഒരു പാഴ്വാക്കാണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച്, വനിതാ സംവരണ ബില്ലിനെ സംബന്ധിച്ച്, ഇവിടുത്തെ രാജീവ് ഗാന്ധി നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് സംവിധാനം, അതിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം നടപ്പിലാക്കിയ വനിതാ സംവരണം, ഇതൊക്കെ ഈ രാജ്യത്തെ സംബന്ധിച്ച് വലിയ രജതരേഖകളാണ്. ഇപ്പോൾ പൗരത്വത്തെക്കുറിച്ച് പറഞ്ഞു. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നിർമ്മിച്ചത്, ഈ രാജ്യത്തെ പൗരത്വം എന്തായിരിക്കണമെന്ന് നിർണയിച്ചത്, ഈ രാജ്യം ഏതു രാജ്യമായിരിക്കണമെന്ന് പറഞ്ഞത്, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ സുദീർഘങ്ങളായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. KM മുൻഷിയെപ്പോലൊരാൾ പറഞ്ഞത്, പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി തുടരണമെന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയുണ്ട്, കോൺഗ്രസിൻ്റെ ഒരു വിഷനുണ്ട്. അത്തരം ചരിത്രപരമായ പങ്കിനെ എങ്ങനെയാണ് CPM-ൻ്റെ പ്രതിനിധിക്ക് നിഷേധിക്കാൻ കഴിയുക? ഇപ്പോഴും BJP-ക്കെതിരെ മൂർത്തമായൊരു ബദൽ രൂപീകരിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ലേ? രാജ്യത്തുടനീളം രാഷ്ട്രീയ സാന്നിധ്യമുള്ള ഏക പ്രസ്ഥാനം കോൺഗ്രസ് അല്ലേ? പക്ഷേ അതിനു പകരം വളരെ കൃത്യമായി കോൺഗ്രസിനെ, കേരളത്തിൻ്റെ ഇട്ടാവട്ടത്തിനകത്ത് കോൺഗ്രസ് ആണ് രാഷ്ട്രീയ എതിരാളികൾ എന്നതുകൊണ്ട് മാത്രം രാജ്യം ഇത്ര വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടത്തിൽ, രാജ്യത്തെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പായിരിക്കുന്ന സന്ദർഭത്തിൽ വളരെ കൃത്യമായി കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്യാൻ CPM പ്രകടിപ്പിക്കുന്ന ഈ അവരുടെ രാഷ്ട്രീയമായ വീര്യം എന്ന് പറയുന്നത്, അത് കോൺഗ്രസിനോടുള്ള കേവലമായ എതിർപ്പ് മാത്രമല്ല, CPM ഈ കോൺഗ്രസ് പ്രകടന പത്രികയിൽ കുറെ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കോൺഗ്രസിന് എന്തായാലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഭരിക്കുവാനായിട്ട് കിട്ടില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. അവിടെ ഇനിയിപ്പോൾ ഇന്ത്യ മുന്നണി എന്ന ഒരു മുന്നണി സംവിധാനത്തിലൂടെ എത്താനാണ് ശ്രമമെങ്കിൽ കൂടി ഈ സീറ്റെണ്ണം നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് മറ്റ് സഖ്യകക്ഷികളിൽ നിന്ന് ഒരുപാട് മുന്നേറ്റം ഉണ്ടാവുകയുമില്ല. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഈ പ്രകടന പത്രികയ്ക്ക് അവിടെ എന്ത് പ്രസക്തിയാണ് ഉണ്ടാകുന്നത്? അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ TG മോഹൻദാസ് പറയുന്നത്, ഒരു കാരണവശാലും ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുകയില്ല, BJP തന്നെ 3ാം തവണയും വരും, മോദി തന്നെ അധികാരത്തിലെത്തുകയും ചെയ്യും, അതുകൊണ്ട് ഒരു പേരിനൊരു പ്രകടന പത്രിക അങ്ങനെ കണ്ടാൽ മതിയെന്നാണ് TG പറയുന്നത്. പക്ഷേ അതിനപ്പുറം കടന്ന് ശരി ഒരു സഖ്യത്തിലൂടെ വരുമെന്ന് കരുതുക, എങ്കിൽ പോലും കോൺഗ്രസിൻ്റെ ഈ പത്രികയ്ക്ക് എന്ത് പ്രസക്തിയാണ് വരുന്നത്? മറ്റ് സഖ്യകക്ഷികൾക്ക് ഈ ഒരു അഭിപ്രായമായിരിക്കില്ല. ഇവിടെ സംവരണത്തെക്കുറിച്ചൊക്കെ കോൺഗ്രസ് വാതോരാതെ പറയുന്നുണ്ട് ഈ പ്രകടന പത്രികയുടെ അന്തിമ രൂപമാകുന്നില്ല, അത് കുറച്ച് ദിവസങ്ങൾ എടുത്തേക്കും, പക്ഷേ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ വരിക. അത് നേതാക്കൾ പറയുകയും ചെയ്തിട്ടുണ്ട്, ഈ 50% സീലിംഗ് ഒക്കെ ഞങ്ങൾ എടുത്തു മാറ്റുമെന്ന്. ഇതൊക്കെ എങ്ങനെ സാധ്യമാകും? മഞ്ജുഷ, ജനാധിപത്യത്തിൽ ഞാനോ നിങ്ങളോ അല്ലല്ലോ, TG മോഹൻദാസും അല്ലല്ലോ, ജനങ്ങളല്ല യജമാനന്മാർ. ഇപ്പോൾ ഇവിടെ സുരേഷ് ഗോപി പറയുന്നത് ജനങ്ങളെ പ്രജകളെന്നാണ്. പക്ഷെ കോൺഗ്രസ് ജനങ്ങളെ പ്രജകളായി കാണുന്നില്ല. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആരാണ് അധികാരത്തിൽ വരുന്നതെന്ന്. ഈ വോട്ടെടുപ്പ് പ്രഖ്യാപിക്കുന്ന, തീരുമാനിക്കുന്ന നിമിഷം മുതൽ ഇലക്ഷൻ റിസൾട്ട് വരുന്നവർ ആർക്കാണ് പ്രവചിക്കാൻ കഴിയുക? ഇതുപോലെ ഇന്ത്യ ഷൈൻസ് എന്ന് പറയുന്ന മുദ്രാവാക്യം, ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞ ആളുകൾ, അവസാനം സംഭവിച്ചത് എന്താ? ഇന്ത്യയുടെ തിളക്കം എന്ന് പറയുന്നത് ഒരു വ്യാജ തിളക്കമാണെന്നും തിരിച്ചറിഞ്ഞ ജനങ്ങൾ UPA ഗവൺമെന്റിനെ 10 കൊല്ലത്തിലേക്ക് അധികാരത്തിൽ എത്തിച്ചു. പരിവാർ ശക്തികൾ ഇന്ത്യ തിളങ്ങുന്നു എന്ന പ്രചരണത്തിൽ ഇന്ത്യയിൽ സംഘപരിവാറിന് പുറത്തു നിൽക്കേണ്ടി വന്നു. അപ്പോൾ ജനങ്ങളത് തീരുമാനിക്കും.
കോൺഗ്രസിനെ സംബന്ധിച്ച് തീർച്ചയായും കോൺഗ്രസിനൊരു തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുണ്ട്. അതിൻ്റെ ഘടകകക്ഷികൾക്ക് മറ്റ് പ്രകടന പത്രികകൾ, അവരുടെ പ്രയോറിറ്റികൾ ഉണ്ടാകും, മുൻഗണനകൾ ഉണ്ടാകും. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക അവിടെ നിൽക്കുന്നുണ്ട്. നാളെ ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെടുകയാണെങ്കിൽ അതിൽ ഒരു പൊതു മിനിമം പരിപാടി ഉണ്ടായിരിക്കും. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക കൂടി ഉൾക്കൊള്ളുന്നതായിരിക്കും അത്. കോൺഗ്രസ് കൃത്യമായ നിലപാടല്ലേ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി SC/STക്ക് ഒരു പ്രത്യേക ബജറ്റ് എന്ന് പറയുന്ന വിപ്ലവാത്മകമായ ആ തീരുമാനത്തെ CPM എന്തുകൊണ്ടാണ് കാണാതെ പോകുന്നത്? അതിൽ അത്ഭുതമില്ല. കാരണം കോൺഗ്രസ് ജാതി സെൻസസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സുപ്രീം കോടതിയിൽ ഒരു മറുപടി കൊടുത്തൊരു സർക്കാരാണിത്. ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞത് സാമ്പത്തിക സംവരണം ആദ്യമായി നടപ്പിലാക്കിയത് ഞങ്ങളാണ്, അത് നരേന്ദ്രമോദി ഒന്ന് നടപ്പിലാക്കി കാണിക്കൂ എന്ന് പറഞ്ഞവരാണ്. അപ്പോൾ സാമൂഹിക നീതിയെക്കുറിച്ച് CPMന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. കോൺഗ്രസ് ഇവിടെ നടത്തുന്ന നയപരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് വിയോജിപ്പുകൾ ഉന്നയിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് CPM പറയുന്നത് അതൊന്നും പ്രസക്തമേ അല്ല. മോഹൻദാസിനെ പോലെ ഒരാൾ പറയുകയാണ് നിങ്ങൾ അധികാരത്തിൽ വരാൻ പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും പറയാമെന്ന് പറയുന്ന മോഹൻദാസിന്റെ അധികാരത്തിന്റെ ഔദത്യത്തിന്റെ ഭാഷ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ CPMന്റെ പ്രതിനിധി അതിൽ പങ്കുചേരുന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത്. അത് എന്തുകൊണ്ട് വിശദീകരിക്കാനുള്ള ബാധ്യത പറഞ്ഞതുപോലെ കാസ്റ്റ് സെൻസസിനെ പറ്റിയുള്ള വാഗ്ദാനമുണ്ട്. അതുപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 50% ഈ സംവരണ കാര്യത്തിൽ ആ ഒരു സീലിംഗ് എടുത്ത് കളയുമെന്ന് പറയുന്നുണ്ട്. സ്പെഷ്യൽ ബജറ്റ് ഉണ്ടായിരിക്കും ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും വേണ്ടി. ഇത് തുല്യത, അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് തുല്യതയ്ക്കുള്ള അവകാശം എന്ന രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ 50% സംവരണം വനിതകൾക്ക് കേന്ദ്ര സർക്കാർ ജോലികളിൽ നൽകും എന്ന് പറയുന്നുണ്ട്. 1 ലക്ഷം രൂപ പെർ ഇയർ ഒരു വനിതയ്ക്കെങ്കിലും ഓരോ വീട്ടിലെയും ഇതും ഉറപ്പുവരുത്തുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്ന് 30 ലക്ഷം പുതിയ കേന്ദ്ര സർക്കാർ ജോലികൾ കൊണ്ടുവരും. 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് ഉണ്ടാവും എല്ലാ യുവാക്കൾക്കും വിദ്യാഭ്യാസത്തിന് ശേഷം. അത് 8500 രൂപ ഓരോ മാസവും ഉറപ്പാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ 5 ന്യായ് വന്നിരിക്കുന്നത്. ഇതിനെയാണ് ഇപ്പോൾ അനൂപ് ഇതിനെ പറയുന്നത് ഇത് കോൺഗ്രസിന്റെ വാഗ്ദാനമാണ്, അത് നടപ്പാക്കുവാനുള്ള വാഗ്ദാനമാണ്. അവിടെ താരതമ്യപ്പെടുത്തുന്നത് 2004 ഇതുപോലത്തെ ഒരു വാഗ്ദാനം പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രീ ജയചന്ദ്രനും കേട്ട് കാണും. അനൂപ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. അടൂർ ഭാസി പാടിയ പാട്ടാണത്. തോട്ടുംകരയിൽ വിമാനമിറങ്ങാൻ താവളമുണ്ടാക്കും, കൃഷിക്കാർക്ക് കൃഷിഭൂമി, പണക്കാർക്ക് മരുഭൂമി, NGO മാർക്കെല്ലാം ഇന്നത്തെ ശമ്പളം 4 ഇരട്ടി. എൻ്റെ ദൈവമേ, എന്തൊക്കെ വാഗ്ദാനങ്ങളാണ്! എന്നിട്ട് കുരുവിപ്പെട്ടി, നമ്മുടെ പെട്ടി, കടുവാപ്പെട്ടിക്ക് ഓട്ടില്ല. ഇതായിരുന്നു അടൂർ ഭാസിയുടെ. ഇതുപോലത്തെ വാഗ്ദാനങ്ങൾ പണ്ട് ഇതിനെ പരിഹസിച്ച് ഇറങ്ങിയ പാട്ടാണത്. ഈ ഞാൻ ചോദിക്കുന്നത്, ഈ അധികാരത്തിൽ വരുന്നതൊക്കെ ഇരിക്കട്ടെ, എൻ്റെ ധാർഷ്ട്യം അധികാരത്തിലിരിക്കുന്ന സവർണ ഫാസിസ്റ്റ് തെമ്മാടി മൂരാച്ചിയായ എനിക്ക് എന്തും പറയാം. ആ ലൈസൻസ് അനൂപം തന്നല്ലോ. എന്നെ വെടിവെക്കാൻ ഉത്തരവിട്ട ആളാണ് കേട്ടോ രാഹുൽ ഗാന്ധി. ഇന്നലെ പുള്ളി ബോംബെയിൽ പ്രസംഗിച്ചത് എന്താ? ഹിന്ദു ധർമ്മത്തിൽ ഒരു ശക്തിയുണ്ട്, അതുമായിട്ട് യുദ്ധം ചെയ്യുകയാണ് ഞാൻ. വെച്ചാൽ കന്യാകുമാരി ദേവി മുതൽ വൈഷ്ണോ ദേവി വരെയുള്ള അമ്പലങ്ങൾ ഇടിച്ച് പൊളിക്കാൻ പോവുകയാണ് ഈ ടീം. ഇരിക്കട്ടെ, പൊളിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ആകെ ചോദിക്കുന്നത് ഇതേ ഉള്ളൂ. 20 സ്ഥാനാർത്ഥിയുണ്ട് അനുവേ കേരളത്തിൽ. അതിൽ എത്ര നാരിയുണ്ട്? പഴയൊരു നാരിയെ രണ്ടാമത് മത്സരിപ്പിച്ചു. ഇതല്ലാതെ വേറൊരു നാരിയെ നിങ്ങൾക്ക് കിട്ടിയില്ല 20 മത്സരം. ഇത് അധികാരമൊന്നും വേണ്ടല്ലോ, ഇത് നിങ്ങളുടെ പാർട്ടി തീരുമാനിക്കുന്നതല്ലേ. എന്താ ഒരു നാരിയെ കൂടെ നിർത്താഞ്ഞത്? ഒരു നാരിയെ കൂടെ എന്തുകൊണ്ടാണ് വെറും 5% എന്നിട്ട് 50% നിങ്ങൾ പ്രകടന പത്രികയിൽ എഴുതി വെച്ചിരിക്കുന്നു. 50% വനിതകൾക്ക്. നിങ്ങളുടെ കയ്യിലുള്ള സ്ഥാനം 5% നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. 5 നിങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടു. ഇത് ബഹിഷ്കരിക്കപ്പെട്ടു സ്ത്രീകൾ നിങ്ങളുടെ പാർട്ടിയിൽ. എന്നിട്ട് വാചകമടിക്കുന്നു 50% കൊടുക്കാൻ പോകുന്നു. ആര് വിശ്വസിക്കും നിങ്ങളെ? വാട്ട് ഈസ് യുവർ ട്രാക്ക് റെക്കോർഡ്? നിങ്ങൾ എത്ര തവണ അധികാരത്തിൽ? എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും BJP കൂടുതൽ അധികാരത്തിൽ ഇരുന്നത് നിങ്ങളല്ലേ. നിങ്ങൾക്ക് ചെയ്യരുതായിരുന്നോ? ചെയ്തില്ലല്ലോ. മാത്രമല്ല, അത് പോട്ടെ, ശരി, കഴിഞ്ഞ കാര്യം പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കുന്നില്ല.
ഇപ്പോൾ നിങ്ങൾ 20 സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചപ്പോൾ ആ 20-ൽ ഒരു 3 പേർക്ക് 3 നാരികൾക്ക് സ്ഥാനം കൊടുക്കരുതായിരുന്നോ? നാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ, അതാണല്ലോ അർത്ഥം. അല്ലാതെ ഈ പ്രജയും ജനവുമായിട്ടൊന്നും കളിക്കരുത്. ഒന്ന് ഈ നമ്മുടെ ശബ്ദധാരാവലി എടുത്ത് നോക്കുക, ശ്രീകണ്ഠേശ്വരം പപ്പനാവുകളുടെ അതിൽ പ്രജയുടെ അർത്ഥം നോക്കുക. പ്രജ എന്ന് വെച്ചാൽ ജനമാണ്. ജനവും പ്രജയും മാറി മാറി ഉപയോഗിക്കാം. ശബ്ദധാരാവലിയിൽ വിശ്വാസമില്ലാത്ത എം കൃഷ്ണൻ നായരാണെങ്കിൽ നിങ്ങൾക്ക് അമരകോശം എടുത്തു നോക്കാം, അതിലും പ്രജയ്ക്കും ജനത്തിനും ഒരേ അർത്ഥമാണ്. ഇതൊക്കെ കൊണ്ട് ഇതുപോലത്തെ ട്രിവിയൽ ഇഷ്യൂസ് ഇട്ട് കളിക്കരുത് അനൂപ്. വി ആർ സ്പീക്കിംഗ് അബൌട്ട് സംതിങ് സീരിയസ്. There were 20 candidates, 20 seats available with you. Did you give at least 3 women? കൊടുത്തില്ലല്ലോ. നിങ്ങളൊരു രമ്യ ഹരിദാസിനെ മാത്രം നിർത്തി. എന്നിട്ട് നിങ്ങൾ 50% എവിടെ കൊടുക്കാൻ പോകുന്നു, ആർക്ക് കൊടുക്കാൻ പോകുന്നു? അതുകൊണ്ടാണ് ഞാൻ വനിതാ സംവരണ ബില്ലിനെ കുറിച്ച് നിങ്ങൾ പക്ഷേ മിണ്ടുന്നില്ല. അതിപ്പോൾ പ്രകടന പത്രിക വരുമ്പോൾ അതിലെങ്ങനെയാണെന്ന് നമുക്ക് കാത്തിരിക്കാം. ശ്രീ അനൂപ് മറുപടി. നേരത്തെയും ടി ജി ഇത് ചോദിച്ചു. കയ്യിലുള്ള അധികാരത്തിൽ 50% കൊടുക്കാതെ വരാൻ പോകുന്ന അധികാരത്തിൽ ഞങ്ങൾ 50% കൊടുക്കും എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? ശരി, അനൂപ് മറുപടി. അദ്ദേഹം കഴിഞ്ഞോ? പറഞ്ഞോളൂ. താങ്കൾക്ക് ഒരു അവസരം നൽകിയതാണ്. അദ്ദേഹം പറഞ്ഞതിനുള്ള മറുപടി കഴിഞ്ഞോ? ഞാൻ പറയാം. അദ്ദേഹം ശബ്ദധാരാവലിയും അമരകോശവും ഒക്കെ വെച്ച് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശബ്ദധാരാവലിയോ അമരകോശമോ ഒന്നും നോക്കിയല്ല സാധാരണ ജനങ്ങൾ ആളുകളുടെ അധികാരധാർഷ്ട്യത്തെ, ആളുകളെ ഒന്നും വിലയിരുത്തുന്നത്. അദ്ദേഹത്തിന് ചില കണക്കുകളൊക്കെ പറയാം. കേരളത്തിനകത്ത് നിങ്ങൾ എത്ര പേർ അവതരിപ്പിച്ചു എന്നൊക്കെ പറയാം. ഈ പറയുന്ന അദ്ദേഹത്തിനകത്ത് അത്തരം നിങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യമില്ല എന്ന് പറയാം. പക്ഷെ അത് മറിച്ച് കോൺഗ്രസ് ഒരു പ്രകടന പത്രിക കൊണ്ടുവരുമ്പോൾ, പിന്നെ ഈ നരേന്ദ്രമോദിയുടെ സ്ത്രീ അനുഭാവത്തെക്കുറിച്ചൊക്കെ ഞാൻ അതേ ഭാഷയിൽ മറുപടി പറഞ്ഞാൽ, ബിൽക്കിസ് ബാനുവിന് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ഇവിടുത്തെ ഉന്നത നീതിപീഠത്തിന് പോലും ആ സ്ത്രീയുടെ കാര്യത്തിൽ അവസാനം ഈ പറയുന്ന നീതി ഉറപ്പാക്കേണ്ടി വന്നു. അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച ആളുകളുണ്ട്. പിന്നെ നരേന്ദ്രമോദിയുടെ സ്വകാര്യ ജീവിതത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ കാര്യമാണ്. സ്ത്രീകളോട് സംഘപരിവാർ സ്വീകരിക്കുന്ന സമീപനം എന്താണ്? പ്രത്യേകിച്ചും സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട സ്ത്രീ മാത്രമല്ല. എത്ര നാരിസ്തു പൂജന്തേ എന്നൊക്കെ പറഞ്ഞ് സംസ്കൃത ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് അവിടെ ദേവതമാർ രമിക്കുന്നു എന്നൊക്കെ പറയുന്ന സ്ത്രീ മാത്രമല്ല. ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് നിങ്ങൾ പറയുന്ന സ്ത്രീ മാത്രമല്ല. ബിൽക്കിസ് ബാനു ഈ രാജ്യത്തെ സ്ത്രീയാണ്. രോഹിത് വെമുലയുടെ അമ്മ രാധിക വിമല ഇവിടെ സ്ത്രീയാണ്. നജീബിന്റെ അഭിവന്ധ്യയായ മാതാവ് അവർ സ്ത്രീയാണ്. ഈ സ്ത്രീകൾക്കൊക്കെ കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ സംഘപരിവാറിന്റെ ഭരണകാലത്ത് അനുഭവിക്കേണ്ടി വന്ന യാതനകളുടെ വലിയൊരു നിരയുണ്ട്. അതൊക്കെ പറയുമ്പോൾ അതിനെ നിങ്ങൾക്ക് പുച്ഛിച്ച് തള്ളാം. ഈ പറയുന്ന ഞങ്ങൾ ഫാസിസ്റ്റുകളാണെങ്കിൽ സോ ബ്ലഡി വാട്ട് എന്ന് ചോദിക്കുന്ന ഈ പറയുന്ന TG മോഹൻദാസിന്റെ അഹങ്കാരത്തോടു കൂടിയുള്ള ഭാഷയിൽ അദ്ദേഹത്തിന് ഉപയോഗിക്കാം. അദ്ദേഹം ആളുകളെ പരിഹസിക്കുകയാണ്, സിനിമാ പാട്ട് പാടുകയാണ്. ഞാൻ പറയുന്നതാണ്, അധികാരത്തിലിരിക്കുന്ന ഒരു ശക്തിയോട് അതിന്റെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് കോൺഗ്രസ് അതിന്റെ പ്രകടന പത്രിക മുന്നോട്ട് വെക്കുകയാണ്. 5 തരത്തിൽപ്പെട്ട ആളുകളോട്, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളോട്. ചോദ്യത്തിന് ഉത്തരം പറയൂ. 20 സ്ഥാനാർത്ഥികളിൽ എത്ര സ്ത്രീകളുണ്ട്? അത് പറയൂ. അല്ല, 20 സ്ഥാനാർത്ഥികളിൽ എത്ര സ്ത്രീകളുണ്ട് നിങ്ങളുടെ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇപ്പൊ ഞാൻ ചോദിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ 20 എത്ര സ്ഥാനാർത്ഥികളുണ്ട് നിങ്ങളുടെ? കിട്ടാൻ പോകുന്ന എന്തുകൊണ്ട് മുന്നോട്ട് വെക്കാൻ കഴിയുമെന്നാണ് ബഹുമാന്യനായ ബിൽക്കിസ് ബാനു പഴയ കഥയായിരിക്കാം. നിങ്ങൾക്ക് ബിൽക്കിസ് ബാനു പഴയ കഥയായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, 20 സ്ത്രീകളിൽ ആനുപാതികമായി അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് ഈ പറയുന്ന അല്ല, ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ പറയട്ടെ, എന്നെ പറയാൻ അനുവദിക്കുന്നുണ്ടോ? ഞാൻ പറയാം. എന്നെ പറയാൻ അനുവദിക്കുമെങ്കിൽ
എന്നെ പറയാൻ അനുവദിക്കുമെങ്കിൽ ഞാൻ പറയാം. അതേ പറയും, അനു എന്നെ പറയും. പറയാൻ ടി ജി അനുവദിക്കുമെങ്കിൽ അനു ഞാൻ പറയട്ടെ, പറയാം. അനു പറയട്ടെ. എന്നെ പറയാൻ അനുവദിക്കുമെങ്കിൽ ഞാൻ പറയാം. മനസ്സിലായോ? ഒരേ സമയം രണ്ടുപേർക്ക് സംസാരിക്കാൻ കഴിയില്ല ടി ജി. ചോദിക്കുന്ന ആളല്ല ഞാൻ ഇപ്പോഴത്തെ കറന്റ് എന്നെ സിറ്റുവേഷനാണ് പറയുന്നത്. എന്നെ പറയാൻ എന്നെ അല്ലല്ല എന്നെ പറയാൻ താങ്കൾ അനുവദിക്കുന്നുവെങ്കിൽ ഞാൻ പറയാം. നിങ്ങൾ താങ്കൾക്ക് സംസാരിക്കണമെങ്കിൽ താങ്കൾക്ക് സംസാരിക്കാം. ഒരേ സമയം രണ്ടുപേർക്ക് സംസാരിച്ചാൽ രണ്ടും കേൾക്കാൻ കഴിയില്ല. കേട്ടോണ്ടിരിക്കാം. ഞാൻ പറയാം. ഞാൻ പറയാന്നേ അനു പറയൂ. ഞാൻ പറയാം. അതിനെക്കുറിച്ച് പറയൂ. അനൂപ് വിആർ അല്ല അത് കേരളത്തിലെ പറയില്ല, നിങ്ങൾ പ്രതിപക്ഷ പ്രതിപക്ഷ പറയുള്ളൂ. നേതാവ്. അല്ല, ഞാൻ പറയാം. നിങ്ങളൊന്ന് പറയാൻ അല്ലാതെ ഞാൻ പറയാന്നേ. ഒരു വാചകമെങ്കിലും പറഞ്ഞ് പൂർത്തീകരിക്കാൻ അനുവദിക്കുമെങ്കിൽ ഞാൻ പറയാം. പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. താങ്കളെ ആരും തടസ്സപ്പെടുത്തുന്നില്ല. അതിനെക്കുറിച്ച് ഞാനല്ല, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അല്ല വി ഡി സതീശൻ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന മാനദണ്ഡങ്ങൾ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കകത്ത് പ്രതീക്ഷിച്ച പോലെ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. പക്ഷെ അത് മറ്റത് പറയുന്നതിന് നിങ്ങൾ ബിൽക്കിസ് ബാനുവിനെ കുറിച്ച് സംസാരിക്കരുത്, അത് പഴയ കഥയാണെന്ന് പറഞ്ഞാൽ ടി ജി മോഹൻദാസ് അല്ല നരേന്ദ്രമോദി പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ നിർവാഹമില്ല. ബിൽക്കിസ് ബാനു പഴയ കഥയല്ല, അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന സ്ത്രീയാണ്. ഇവിടുത്തെ ജീവിച്ചിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. രാധിക വിമല ജീവിച്ചിരിക്കുന്ന സ്ത്രീയാണ്. ഫാത്തിമ നഫീസ, ഈ പറയുന്ന നജീബിന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്ന സ്ത്രീയാണ്. ഇത്തരം ജീവിച്ചിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ നാരി ശക്തിയുടെ സംരക്ഷകനാണ്. ഞങ്ങൾക്ക് വനിതകൾക്ക് കൂടുതൽ സീറ്റ് കൊടുക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് സാധിക്കില്ല. കാരണം ഞങ്ങളത് എന്താണ് വിജയ സാധ്യത അല്ലെങ്കിൽ സിറ്റിംഗ് എം പിമാരെ മാറ്റുവാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണല്ലോ ഈ ഷമാ മുഹമ്മദിനെയൊക്കെ അവർ പിന്നീട് ആശ്വസിപ്പിച്ചത്. ഇത്തവണ അങ്ങനെ സീറ്റ് നൽകുവാനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല. ജയിച്ചു വരേണ്ട ഒരു അത്യാവശ്യമുണ്ടായിരുന്നു. ഇതാണ് വി ഡി സതീശന്റെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകൾ. ഞാൻ അങ്ങനെയാണ് ഓർക്കുന്നത്. അതാണ് അനൂപ് ഇവിടെ പ്രകടിപ്പിച്ചതും. ഈ ടീമാണോ 50% സംവരണം കൊടുക്കാൻ പോകുന്നത് സ്ത്രീകൾക്ക്? അയ്യോ, ഞങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ട്, പക്ഷെ സാധിച്ചില്ല. എന്തുകൊണ്ട് സാധിച്ചില്ല? അതിന്റെ കാരണം പറഞ്ഞത് എന്തുകൊണ്ട് സാധിച്ചില്ല? വിന്നബിലിറ്റി ഇല്ല. ഇതുപോലെ നാളെ നിങ്ങൾ എംപ്ലോയബിലിറ്റി ഇല്ല എന്ന് പറയും. 50% സ്ത്രീകൾക്ക് കൊടുക്കാൻ ഇപ്പൊ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞ് എന്ത് കൊടുക്കുമെന്നാണ്? തോട്ടുംകരയിൽ വിമാനം ഉണ്ടാക്കുമെന്നോ? അതാണ് ഞാൻ നിങ്ങളെ പരിഹസിച്ചത്. യെസ്, ഞാൻ നിങ്ങളെ പരിഹസിക്കുക തന്നെയായിരുന്നു. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ ജയചന്ദ്രൻ, ഇവിടെ അനൂപ് പറഞ്ഞ കാര്യം അങ്ങനെ പറഞ്ഞതിനെ മനസ്സിലാക്കാം. പക്ഷേ ശ്രീ ജയചന്ദ്രൻ അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നുള്ളപ്പോൾ നിങ്ങൾ അങ്ങനെ സ്ത്രീ സംരക്ഷകരൊന്നും ആവണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. ശരി, ശ്രീ ജയചന്ദ്രൻ കേട്ടല്ലോ അല്ലേ? അനൂപ് പറയുന്നത് ടി ജി പറഞ്ഞത് മനസ്സിലാക്കാം, പക്ഷേ ശ്രീ ജയചന്ദ്രൻ അങ്ങനെ പറയരുതായിരുന്നു ഒരു CPM സഹയാത്രികനായി ഇരുന്നു കൊണ്ടെന്ന്. കേട്ടു. അല്ല, ഇത് ഞാൻ ഇനി അത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം മഞ്ജുഷിൻ്റെ ചോദ്യത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, കേരള എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവിലല്ല ഞാൻ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. കാരണം ഇത് കോൺഗ്രസ് CWC ചേർന്നിട്ടാണല്ലോ ഭൂപേന്ദ്ര ഹൂഡ ഈ കാര്യം പറയുന്നത്, ഇന്ത്യയോട് പറയുന്നത് അദ്ദേഹമാണല്ലോ പറയുന്നത്. പിന്നീട് കോൺഗ്രസിൻ്റെ എക്സിലും വരുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ പെർസ്പെക്റ്റീവ് അതല്ല. പക്ഷേ സമ്മതിക്കില്ല. എൻ്റെ വായിക്കകത്ത് കമ്പിട്ട് കുത്താൻ വന്നാൽ പിന്നെ എനിക്കത് എന്താണെന്നുള്ളത് പറയാതെ പോയാൽ ഞാൻ പിന്നെ എന്താണ് പറയുന്നത്, ഞാൻ വെറും ഒരു വിഡ്ഢിയായി പോവില്ലേ മഞ്ജുഷ? അതുകൊണ്ട് ഞാനത് പറയുകയാണ്. ഈ എന്താണ് കോൺഗ്രസ് സ്വയം വിചാരിച്ചിരിക്കുന്നത് ആ പാർട്ടിയെ പറ്റി? ഇദ്ദേഹം പറഞ്ഞല്ലോ, ശ്രീ VR അനൂപ് ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഇന്ത്യ സഖ്യം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു മുന്നണി രൂപീകരിക്കുകയാണെങ്കിൽ പൊതു മിനിമം പരിപാടി ഉണ്ടാവും. ഇത് തന്നെയാണ് അതിൻ്റെ ഈ ചർച്ചയുടെ ആകെത്തുകയായി വരേണ്ട ക്രക്സ് എന്ന് പറയുന്നത് ആ ഒരൊറ്റ വാചകമാണ്. ഇന്ത്യ മുന്നണിയുടെ സഖ്യമായി വരികയാണെങ്കിൽ എന്ന് പറയുമ്പോൾ അങ്ങനെ സഖ്യം ഇല്ലേ നിലവിൽ? അത് വ്യക്തമാക്കണം. കോൺഗ്രസ് പറയണം. കോൺഗ്രസ് പറയുന്ന അങ്ങനെ മുന്നണി ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ സഖ്യം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ നോക്കൂ,
ഞാൻ പറഞ്ഞല്ലോ 18ാം ലോക്സഭയിലേക്കുള്ള ഇലക്ഷനാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും കേരളത്തിൽ LDF UDF മുന്നണികളായിട്ടാണല്ലോ മത്സരിക്കുന്നത്. LDFന്റെ പ്രകടന പത്രിക അല്ലെങ്കിൽ UDFന്റെ പ്രകടന പത്രിക ആ മുന്നണിയെ നയിക്കുന്ന CPMന്റെയോ കോൺഗ്രസിന്റെയോ പ്രകടന പത്രിക മാത്രമാണോ? അല്ലല്ലോ. ആ മുന്നണിയിലെ ഘടകകക്ഷികൾ എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് തീരുമാനമെടുത്ത് അംഗീകരിച്ച് പ്രസിദ്ധീകരിച്ച് ജനങ്ങളെ അറിയിക്കുന്നതാണ് മുന്നണിയുടെ പ്രകടന പത്രിക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ മഞ്ജുഷ തുടക്കം മുതലേ പറഞ്ഞ 5 പുതിയ ന്യായങ്ങളും പുതിയ നീതികളും അതിൻ്റെ 25 വിഭാഗങ്ങളും എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സ്വന്തമാണ്. എന്ന് പറഞ്ഞാൽ അത്ര ഒരു പൊതു മിനിമം പരിപാടി ഇന്ത്യയിൽ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല എന്ന് കോൺഗ്രസ് പ്രതിനിധി ഈ ചർച്ചയിൽ സമ്മതിക്കുകയും അത്തരം ഒരു പൊതു മിനിമം പരിപാടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിപക്ഷ സഖ്യം ഉണ്ടാവുകയാണെങ്കിൽ രൂപപ്പെട്ടേക്കാമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്ന നിലയിലാണ് ഇപ്പോഴും പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്നുവെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ പോലും പ്രകടിപ്പിക്കുന്നത്. അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതാണോ വേണ്ടത് എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആ പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെയാണ്, VD സതീശനല്ല. ഇന്ന് CWC കൂടിയല്ലോ. ഇത് പുതിയ ഗെയിം ചേഞ്ചർ ആണെന്ന് പറഞ്ഞത് AICCയുടെ ഈ ഓർഗനൈസിംഗ് സെക്രട്ടറി അല്ലേ പറഞ്ഞത്. ആ സെക്രട്ടറിയാണ് തീരുമാനിക്കേണ്ടത്, അഭിപ്രായം പറയേണ്ടത്. ഇതാണോ ഗെയിം ചേഞ്ചർ? ഗെയിം ചേഞ്ചർ ആവണമെങ്കിൽ ഒരു സഖ്യം എന്നുള്ള നിലയ്ക്ക് രൂപപ്പെടുകയും ആ സഖ്യത്തിന്റെ പൊതു മിനിമം പരിപാടിയായിട്ട് മുമ്പോട്ട് വരികയും വേണം. അനൂപ് ഇവിടെ 2004 കാര്യം ആവർത്തിച്ച് പറയുന്നത് കേട്ടു. ഇന്ത്യ ഷൈൻസ് എന്ന മുദ്രാവാക്യം വാജ്പേയി ഗവൺമെന്റ് മുമ്പോട്ട് വെച്ചിട്ട് എന്തുകൊണ്ട് പരാജയപ്പെട്ടു? അത് അനൂപ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചരിത്രം എവിടെയും മാഞ്ഞൊന്നും പോയിട്ടില്ല. അന്നത്തെ വിശകലനങ്ങളെല്ലാം ഇന്നും പബ്ലിക് ഡൊമൈനിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ മറ്റെവിടെയെങ്കിലും സെർച്ച് ചെയ്താലോ ഒക്കെ കിട്ടുന്നതേ ഉള്ളൂ. എന്താണ് പ്രധാനപ്പെട്ട കാര്യം BJPക്ക് സംഭവിച്ചത്, വാജ്പേയിക്ക് സംഭവിച്ചത്? വാജ്പേയിയുടെ പാർട്ടിക്കകത്ത് BJPക്കകത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനായ BMSൽ വാജ്പേയി ഗവൺമെന്റിന്റെ നടപടികളോട് വലിയ തോതിൽ അതൃപ്തിയും ഉണ്ടായിരുന്നു. ആ അതൃപ്തി പിന്നീട് എതിർപ്പായി മാറുന്നുണ്ട്. ആ അതൃപ്തിയും എതിർപ്പും RSS രാഷ്ട്രീയ സ്വയം സേവക സംഘവും എൻഡോഴ്സ് ചെയ്തതാണ് 2004 വാജ്പേയി ഗവൺമെന്റ് പരാജയത്തിന് കാരണം എന്ന് നിരവധി വിലയിരുത്തലുകൾ നടന്നിട്ടുണ്ട്. അതല്ലാതെ ഏകപക്ഷീയമായി UPA ജയിച്ച് കയറുകയൊന്നും ആയിരുന്നില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുകയും വേണ്ട കേട്ടോ. അതാ ഞാൻ പറയാം, ചരിത്രം മാഞ്ഞൊന്നും പോയിട്ടില്ല. മറ്റൊരു കാര്യം 2004 ഇപ്പോൾ താരതമ്യപ്പെടുത്തേണ്ട. അല്ല, ഒരു ഞാൻ പറഞ്ഞു 2000 എന്താണ് 2004 ചരിത്രമുണ്ടെന്നേ. അതല്ല ഇപ്പോഴത്തെ സാഹചര്യം എന്നുള്ളത് അനലൈസ് ചെയ്യുന്നവർക്കെല്ലാം മനസ്സിലാവുന്നതുമാണ്. താങ്കൾ കോൺഗ്രസിനെ എതിർക്കുവാനാണ് കൂടുതൽ സമയം കണ്ടെത്തുന്നത് എന്നാണ് അനൂപിന്റെ ഒരു പരാതി കേട്ടോ. അപ്പോൾ ഇതും കൂടി ആവുമ്പോൾ അത് പൂർണ്ണമാകും. അനൂപിന്റെ പരാതിയെ സംബന്ധിച്ച് പരിഹരിക്കാനല്ലോ ഞാൻ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്. ഞാൻ താങ്കൾ വിളിച്ചിട്ട് വന്നതാണല്ലോ. എനിക്കതിനൊന്നും മറുപടി പറയാനില്ല. കാര്യം കോൺഗ്രസിന്റെ ദൗർബല്യം എന്ന് പറയുന്നത് അവർക്ക് ഒരു നിലപാടുള്ള പദ്ധതിയോ പരിപാടിയോ അത് എന്നത് പോയിട്ട് കോൺഗ്രസിന് ഞാൻ ചോദിക്കട്ടെ, ഞാൻ കർണാടക ഇലക്ഷന്റെ സമയത്ത് അതിനു മുൻപ് തന്നെ ഞാൻ ചോദിച്ചിട്ടുള്ള ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, കോൺഗ്രസിന്റെ ബേസിക് ഐഡിയോളജി ഇപ്പൊ എന്താണെന്ന് ഒരു കോൺഗ്രസ്സുകാരൊന്ന് പറയാമോ? ബേസിക് ഐഡിയോളജി എന്താണ് കോൺഗ്രസിൻ്റെത്? എന്നെ ഒന്ന് പഠിപ്പിച്ചു തന്നാൽ മതി. എവിടെ വേണമെങ്കിൽ പോയി പഠിക്കാൻ ഞാൻ തയ്യാറാണ്. ഒന്ന് പറഞ്ഞു തരണം, പഠിപ്പിച്ചു തരണം. ഇതാണ് കോൺഗ്രസിന്റെ ബേസിക് ഐഡിയോളജി ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തന്നാൽ മതി. അതുപോലും ഇല്ലാത്ത ഒരു സംഘമായിട്ട് കോൺഗ്രസ് മാറിയിട്ട് കാലം എത്രയായി മഞ്ജുഷേ? എത്രയായി? എവിടെയെങ്കിലും തീരുമാനിച്ചിട്ടാണോ? ഏതെങ്കിലും വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ചിട്ടാണോ 91 നരസിംഹറാവു തീരുമാനമെടുത്തത്? അല്ലല്ലോ. അതുകൊണ്ട് എന്ത് പറ്റി? നരസിംഹറാവു സ്ഥാനം ഒഴിഞ്ഞപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് AICC ആസ്ഥാനത്ത് മൃതദേഹം വെക്കാൻ പോലും കോൺഗ്രസിന്റെ പ്രസിഡന്റ് അനുവദിച്ചില്ല, AICC അനുവദിച്ചില്ല. ആ ചരിത്രമൊക്കെ ഞാൻ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. അത് ഞാൻ കോൺഗ്രസിനെതിരായതുകൊണ്ടാണോ? ചരിത്രം അങ്ങനെയാണ് അനൂപെ, ചരിത്രം അങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ ചരിത്രം നിങ്ങളെയാണ് തുറച്ചു നോക്കുന്നത്, എന്നെയല്ല. അത് മനസ്സിലാക്കണം. അത് ഞാൻ 2004 കാര്യം ആവർത്തിച്ച് നിങ്ങൾ പറയുമ്പോൾ അത് വസ്തുത എന്താണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്കുണ്ട്. ഇത്രയും കാലം 10-35 കൊല്ലമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് ഞാനേ. അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ട് പറയണമല്ലോ.
ശരി, ശ്രീ ടി ജി ഞാൻ മോഹൻദാസ് പറഞ്ഞു വന്നതല്ല, മഞ്ജുഷന്റെ ചോദ്യം പൂർത്തീകരിക്കട്ടെ. അപ്പോ ഈ കാര്യങ്ങൾ ഇടയ്ക്ക് പറയണ്ട. മഞ്ജുഷ അവസരം തരും അനൂപിന്, പ്ലീസ് ആ സഹിഷ്ണുത കാണിക്കൂ. ഇപ്പം നിങ്ങൾ അടിസ്ഥാനപരമായി തീരുമാനിക്കേണ്ട കാര്യങ്ങൾ മുന്നണി ഉണ്ടാവുകയാണെങ്കിൽ താങ്കൾ പറയുന്നു. പക്ഷെ ചില നേതാക്കളൊക്കെ മുന്നണി ഉണ്ടെന്ന് പറയുന്നു, ചിലരങ്ങനെ ഇല്ല എന്ന് പറയുന്നു. താങ്കൾ ഇവിടെ വന്നിരുന്ന് പറയുന്നു മുന്നണി ഉണ്ടാവുകയാണെങ്കിൽ എന്ന് പറയുന്നു. അതൊക്കെ അത് ഫിക്സ് ചെയ്യൂ, എന്നിട്ട് പൊതു മിനിമം പരിപാടി ഉണ്ടാക്കൂ, അതുമായിട്ട് മുമ്പോട്ട് വരൂ. ഈ ന്യായം എന്ന് പറയുന്ന ഈ ഉടന്തടി പരിപാടി അതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഞ്ജുഷേ, ഇതെന്ന് പറയുന്നത് വെൽഫെയർ മെഷേഴ്സുമായിട്ട് ഒത്തിരി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണിത്. ഇപ്പോൾ ഈ വനിതാ സംവരണത്തിന്റെ കാര്യം പറഞ്ഞു, ഇവർ നടപ്പാക്കിയ കാര്യം പറഞ്ഞു. കേരളത്തിലെങ്കിലും, ഞാൻ വേറെങ്ങും പോകുന്നില്ല, അനൂപ് കേരളത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതുകൂടെ പറഞ്ഞിട്ടങ്ങ് നിർത്താമെന്ന് വെച്ചാണ്. 2009 ഇവിടെ തീരുമാനിച്ചത് വനിതാ സംവരണം കൊടുക്കാനായിട്ട്. അന്ന് LDF സർക്കാരാണ് തീരുമാനിച്ചത്, അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രി. 2010 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ 50% നിശ്ചയിക്കപ്പെടുന്നത്. അങ്ങനെയാണ് കേരളത്തിൽ വൻതോതിൽ ഒരു സ്ത്രീ മുന്നേറ്റം അതിന്റെ ഭാഗമായിട്ട് വരുന്നതും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഒരു ഇരമ്പി ആർക്കൽ സ്ത്രീ സമൂഹത്തിന്റെ ഉണ്ടാവുന്നതും. എത്ര സ്ഥലങ്ങളിലുണ്ട് കോൺഗ്രസ് നിങ്ങൾ ഇത് നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങൾ? ഒന്ന് പറയൂ, എണ്ണി പറയണേ. ഞാൻ അഭിപ്രായം പറഞ്ഞു നിർത്തിയതിന് ശേഷം എന്നിട്ട് പറയണം 50% എവിടെയാണ്, ആരാണ് കൊടുത്തതെന്നൊക്കെ. നിങ്ങളുടെ തന്നെ ചെയ്തികൾ കൊണ്ടാണ്. സർക്കാർ ജോലികളുടെ കാര്യമാണ് കോൺഗ്രസ് ഈ നാരി ന്യായിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, ശ്രീ ടി ജി മോഹൻദാസ്, ഈ വെൽഫെയർ സ്കീംസ് തന്നെയാണല്ലോ ഇതെല്ലാം. ഇപ്പോൾ അത് വിചിത്രമായ ഫലിതം എന്ന് പറയാൻ പറ്റൂ. വിചിത്രമായ ഫലിതം എന്നതിനെ കുറിച്ച് പറയാൻ പറ്റൂ. ശരി, ശ്രീ ടി ജി മോഹൻദാസ്, ഈ വെൽഫെയർ സ്കീമുകളാണല്ലോ ഏറ്റവും കൂടുതൽ പ്രകടന പത്രികയിൽ ഇടം നേടുന്നത്. അതിപ്പോൾ BJP-യുടേതാണ്, ഇതിലും അത് തന്നെയാണ് വരുന്നത്. പിന്നെ ചില പാർട്ടിയുടേതായ അജണ്ടകൾ അതിനകത്ത് പ്രകടമാകും. ഇപ്പോൾ ഈ കോൺഗ്രസ് ഇത് പറയുമ്പോഴും ഇതെല്ലാം വെൽഫെയർ സ്കീമുകളാണ്. ഇപ്പോൾ നമ്മൾ വായിച്ച കാര്യങ്ങളെല്ലാം വെൽഫെയർ സ്കീമുകളിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ അതിന് വെളിയിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ കശ്മീരിൻ്റെ കാര്യം, അതിൽ BJP-യുടെ നിലപാടിന് ഭിന്നമായ നിലപാട് കോൺഗ്രസ് എടുക്കുന്നു, പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. പെൻഷൻ പദ്ധതിയുടെ കാര്യം, അത് പഴയത് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമം, ലഡാക്കിന് പ്രത്യേക പദവി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. അത് കോൺഗ്രസിൻ്റെ നിലപാടിനൊപ്പം ചേർന്ന് പോകുന്നതാണല്ലോ. കളിയാക്കുമ്പോഴും അതും കൂടി കണക്കിലെടുക്കണമല്ലോ. അല്ല, അത് കണക്കിലെടുക്കാം. പക്ഷേ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞത് ഒരു കറക്റ്റ് പോയിൻ്റാണ്. ഒരു ഇന്ത്യ മുന്നണി ഉണ്ടെങ്കിൽ ആ മുന്നണിയുടെ പ്രകടന പത്രിക അല്ലേ വരേണ്ടത്. ആ മുന്നണിയുടെ പ്രകടന പത്രിക ഏകപക്ഷീയമായിട്ട് കോൺഗ്രസ് തീരുമാനിച്ച് ഏകപക്ഷീയമായിട്ട് അനൗൺസ് ചെയ്യുന്നത് മര്യാദയാണോ? എന്നിട്ട് ഈ TV ചർച്ചയിൽ ശ്രീ അനൂപ് പറയുന്നു ജയേന്ദ്രൻ കൂടുതൽ കോൺഗ്രസിനെ ആക്രമിക്കുന്നു, BJP-യെ ആക്രമിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര സമയം അതൊരു ശരിയായ ആർഗ്യുമെൻ്റ് അല്ല. ശരിക്കും ഇന്ത്യ മുന്നണി കേരളത്തിലുണ്ടെങ്കിൽ LDF-ഉം UDF-ഉം ചേർന്നിട്ട് ഒറ്റ പ്രകടന പത്രിക മതി, ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മതി. തിയറട്ടിക്കലി നോക്കൂ, രണ്ടുപേരും ഒരേ മുന്നണിയിലുള്ളവരല്ലേ, കോൺഗ്രസും അതെ LDF-ഉം അതെ. എന്നിട്ട് പിന്നെ കേരളത്തിൽ ഈ നിഴൽ യുദ്ധം നടത്തേണ്ട ആവശ്യം എന്താ? നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ചിലവ് കുറയും. ആകെ ഇപ്പോൾ 20-40 സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടടുത്ത് 10-20 സ്ഥാനാർത്ഥി നിർത്തിയാൽ മതി. 20 ഇപ്പോൾ LDF-ൻ്റെ 20 UDF-ൻ്റെ. ആകെ എതിർക്കാനുള്ളത് BJP-യാണ്. രണ്ടുപേരും എതിർക്കുന്നതും BJP-യുടെ ഫാസിസ്റ്റ്, സവർണ, വർഗീയ ഇത് ആ സാധനങ്ങളെയാണല്ലോ എതിർക്കുന്നത് രണ്ടുപേരും. അപ്പോൾ പിന്നെ നിങ്ങളുടെ പൊതുശത്രു BJP-യാണ്. BJP-യുടെ 20 സ്ഥാനാർത്ഥി ഉണ്ടാവും, നിങ്ങളുടെ 20 സ്ഥാനാർത്ഥി ഉണ്ടാവും. പ്രശ്നം കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേര് വരുന്നുണ്ട് ഒരു പ്രകടന പത്രിക ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. ജനങ്ങൾ ഏതായാലും നിങ്ങളുടെ കൂടെയാണ്, മോദിയുടെ കൂടെ അല്ലല്ലോ. ജനങ്ങൾ 90% മോദിയുടെ കൂടെയാണ്. അല്ല, മോദിയുടെ കൂടെ അല്ല, നിങ്ങളുടെ കൂടെയാണ്. മോദി എന്തോ തട്ടിപ്പ് കാണിച്ച് EVM-ൽ കൃത്രിമമൊക്കെ കാണിച്ചിട്ട് അധികാരത്തിൽ വന്നിരിക്കുന്ന മനുഷ്യനാണ്. പിന്നെ ഹിന്ദുക്കളെ നിങ്ങൾക്ക് വേണ്ട, ന്യൂനപക്ഷങ്ങളുടെ മൊത്തം വോട്ട് നിങ്ങൾക്ക് കിട്ടും. ഹിന്ദു ധർമ്മത്തിനൊരു ശക്തിയുണ്ട്, അത് നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കന്യാകുമാരി മുതൽ വൈഷ്ണോദേവി രാഹുലിന്റെ വിശദീകരണം TG അത് ആ ശക്തി എന്ന് ഉദ്ദേശിച്ചത് മോദിയെയാണ്. അന്ന് മോദി എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ ശക്തി എന്ന് പറയുന്നത്? ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു മേജർ കമ്പോണൻ്റ് ആണോ മോദി? ഹിന്ദു ധർമ്മമേ ഏക് ശക്തി ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹിന്ദു ധർമ്മത്തിനൊരു ശക്തിയുണ്ട്, ആ ശക്തിയാണ് ഞാൻ നേരിടുന്നത്.
അതുമായിട്ടാണ് യുദ്ധപ്രഖ്യാപനം. ലഡായി ചൽ രഹി ഹെ, ഇതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പിന്നെ അത് മോദിയാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹിന്ദു ധർമ്മത്തിൽ മോദിക്ക് എന്ത്, മോദിയും ഒരു ഹിന്ദുവാണോ എന്നുള്ളതല്ല, അത് അതികവിഞ്ഞ് ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു ശക്തിയാണോ മോദി? അങ്ങനെയാണെന്നാണോ രാഹുൽ ഗാന്ധി അംഗീകരിക്കുന്നത്? എനിക്കത് മനസ്സിലായത് ശക്തി എന്ന് പറഞ്ഞാൽ ആദിപരാശക്തി ഹിന്ദുക്കളുടെ, ഹിന്ദു ധർമ്മം എന്നുള്ള വാക്ക്, അതിൽ നിന്നാണ് ഈ ശക്തി ഉണ്ടാകുന്നത്. ഹിന്ദു ധർമ്മമേ ശക്തി ഹേ, ഉസ് ശക്തി സേ ഹമാരി ലഡായി ഹേ. ഇതാണ് അദ്ദേഹം ബോംബെയിൽ പറഞ്ഞത്. പറ്റിയാൽ ഈ ഭാരതത്തിലെ ദേവീക്ഷേത്രങ്ങൾ മുഴുവൻ ഇവർ ബോംബ് വെച്ച് തീർക്കും കോൺഗ്രസ്സുകാർ. ഹിന്ദുവിനെ വഴിയിൽ കണ്ടാൽ വെട്ടിക്കൊല്ലും, ഒരു ദയയും മയവും ഉണ്ടാവില്ല. വെട്ടാൻ നേരത്ത് എന്നെ വെട്ടല്ലേ അനൂപേന്ന് ഞാൻ നിലവിളിക്കുമ്പോൾ അനൂപ് പറയും, എടാ ബിൽക്കിസ് ബാനുവിന് ഓർമ്മയുണ്ടോ നിനക്ക്? ബിൽക്കിസ് ബാനു ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കഴുത്ത് വെട്ടും. അതാണ് ഈ ടീമിന്റെയൊക്കെ പ്ലാൻ. അത് വരികയും ചെയ്തു. എന്നിട്ട് യാത്രയുടെ സമാപനത്തിൽ നടത്തിയ അദ്ദേഹത്തിന്റെ ആ ശക്തി പ്രയോഗമുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ടി ജി മോഹൻദാസ് പറഞ്ഞത്. അതിനുകൂടി ചേർത്തുള്ള മറുപടി രാഹുൽ പറയുന്നത് അത് മോദിയെയാണ് താൻ ഉദ്ദേശിച്ചത്, മറിച്ച് അത് വളച്ചൊടിക്കുകയായിരുന്നു എന്നാണല്ലോ. അതിനുകൂടിയുള്ള മറുപടി അനൂപ്. അല്ല, അദ്ദേഹം ടി ജി മോഹൻദാസ് എന്തിനാണ് ഇത്തരം ഒരു ഹേറ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ നടത്തുന്നതാണ് ആലോചിക്കുന്നത്. ഹിന്ദുക്കളുടെ മുഴുവൻ കഴുത്ത് വെട്ടാൻ കോൺഗ്രസ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഹേറ്റ് സ്റ്റേറ്റ്മെന്റ് നടത്തിയത് രാഹുൽ ഗാന്ധിയാണ്. ഹിന്ദുക്കളെ, ഹിന്ദു ധർമ്മത്തിന്റെ ശക്തിയെ ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്. ശക്തി എന്ന് പറഞ്ഞാൽ പരാശക്തിയാണ്. അല്ല, എന്ത് ഡൈവേർട്ട്? അല്ല, നിങ്ങൾ ഇത് രാഹുൽ ഗാന്ധി വ്യാഖ്യാനം പാടില്ല. കൃത്യം ആ ഹിന്ദി വാക്ക് പറയൂ. ഞാൻ ഹിന്ദി വാക്ക് പറഞ്ഞല്ലോ. രാഹുൽ ഗാന്ധി പറഞ്ഞതിന് രാഹുൽ ഗാന്ധി വിശദീകരണം കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ എന്നിട്ട് പറയുന്നത് എന്താ? കോൺഗ്രസുകാർ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ മുഴുവൻ കഴുത്തുവെട്ടാൻ നടത്തുകയാണെന്നാണ്. ഒരുപക്ഷെ CPM അഭിപ്രായമായിരിക്കും. ഇവിടെ ചർച്ച നടക്കുന്നത് എങ്ങനെയാ? ഈ ചർച്ചയിൽ അതല്ല, ഇവിടെ ഈ ചർച്ചയിൽ ജയചന്ദ്രൻ പറഞ്ഞത് ശരിയാണെന്ന് മോഹൻദാസ് പറയുന്നു. രാഹുൽ ഗാന്ധി ജയചന്ദ്രൻ പറഞ്ഞതാണ് ശരി. ഇതിലൊന്നും അത്ഭുതമില്ല. ഇതിലൊന്നും അല്ല, ഇതിലൊന്നും എന്നെ സംബന്ധിച്ച് അത്ഭുതമില്ല. കാരണം ഇവിടെ EP ജയരാജൻ പറഞ്ഞത് എന്താ? BJPയുമായി ആണ് ഞങ്ങൾ മത്സരിക്കുന്നത്, പല മണ്ഡലങ്ങളിലും BJPയുടെ സ്ഥാനാർത്ഥികളാണ് പ്രബലർ എന്നാണ്. 2004 ഇന്ത്യ ഷൈൻസ് മുദ്രാവാക്യം പോലെ ഇവിടെ പൊളിയുമെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർക്കാൻ വ്യഗ്രത മോഹൻദാസിനല്ല. എന്റെ മോഹൻദാസ് എനിക്കും ഇതിൽ കോൺഗ്രസിന്റെ നേതാവായ സോണിയ മൈനോയുടെ മകൻ രാഹുൽ വിൻസിക്ക് ഹിന്ദുക്കളെ കൊന്നു തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് അദ്ദേഹം സ്വന്തം വായ കൊണ്ട് പറഞ്ഞു. ഹി ഈസ് ദ സൺ ഓഫ് എ ക്രിസ്ത്യൻ. ഹി ഈസ് എ ക്രിസ്ത്യൻ. വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. രാഹുൽ വിൻസി എന്നാണ് ആ മനുഷ്യന്റെ പേര്. സോണിയാഗാന്ധിയുടെ പേര് എന്താണ്? അവിടെ നമ്പർ 10 ജനപഥിൽ ചാപ്പലുണ്ട്. അവര് ഹിന്ദുക്കളെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു. അനൂപിന് വേറെ രക്ഷയൊന്നുമില്ല. അനൂപിനും ഇറങ്ങി ഹിന്ദുക്കളെ വെട്ടിനിർത്തുക. അത് വേറെ രക്ഷയില്ല. ക്രിസ്ത്യാനിയുടെ മകനാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ സ്ത്രീയുടെ മകനാണ് രാഹുൽ ഗാന്ധി എന്ന് വെച്ചാൽ എന്തായാലും കൃത്യമായി വിശദീകരണം നൽകിയിട്ടുണ്ട്. അദ്ദേഹം ആ രീതിയിലാണ് വിശദീകരണം നൽകിയിട്ടുണ്ട്. ആ ശക്തി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മോദിയെയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എക്സിൽ. ഈ രാജ്യത്ത് ആളുകൾ വിശദീകരണം വേണ്ട, അതിന് വിശദീകരണം വേണ്ട. ക്ലിപ്പ് വിശദീകരണത്തിന്റെ ആവശ്യം എന്താ? പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസംഗം അങ്ങനെയായിരുന്നു. പക്ഷെ ഒരു സെക്കൻഡ്, ടി ജി പറഞ്ഞതുപോലെ തന്നെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. പക്ഷെ പിന്നീട് അദ്ദേഹം വിശദീകരണം നൽകിയ സ്ഥിതിക്ക് പിന്നെ അദ്ദേഹത്തെ മാനിച്ചുകൂടെ? അദ്ദേഹം പറഞ്ഞു അത് ഞാൻ ഉദ്ദേശിച്ചത് മോദിയെയാണെന്ന്. അങ്ങനെ അദ്ദേഹം വിശദീകരണം നൽകിയല്ലോ. എങ്ങനെ മാനിക്കുന്നത്? എങ്ങനെ ഈ മോദി? ഞാൻ പറയുകയാണ്, ഞാൻ മഞ്ജുഷിനെ, എന്നിട്ട് ഞാൻ പിന്നെ പറയാണ്
ഞാൻ മഞ്ജുഷിനെ അല്ല അനൂപിനെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അദ്ദേഹം വിശ്വസിക്കാൻ പറ്റുമോ ഇത്? കൃത്യമായി ഇക്കാര്യത്തിൽ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് എനിക്ക് ജിസ് മഞ്ജുഷിനോട് ശക്തി ശത്രുത का मैंने ഉണ്ടെന്ന് उल्लेख എല്ലാവർക്കും किया അറിയാം. जिस ഞാൻ शक्ति से മഞ്ജുഷിനെ हम लड़ കൊല്ലുമെന്ന് रहे हैं പറയുന്നു. उस शक्ति പിടിക്കപ്പെട്ട് का കഴിയുമ്പോൾ, मुखौटा मोदी അല്ലല്ല, जी ഞാൻ है. മഞ്ജുഷ് എന്ന് പറഞ്ഞെങ്കിലും ഞാൻ അനൂപിനെയാണ് ജയേന്ദ്രനെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്നത് എവിടത്തെ മര്യാദയാ? അല്ല, ഇത് വലിയ ചർച്ചാ എന്ത് വിഷയമായ വ്യാഖ്യാനമാണ്? സ്ഥിതിക്ക് രാഹുൽ അതിന് കൃത്യമായ എങ്ങനെയാണ് വിശദീകരണം ഈ നൽകിയപ്പോൾ ഹിന്ദു എനിക്ക് തോന്നുന്നു ധർമ്മത്തിന്റെ ശക്തി, അദ്ദേഹം പറഞ്ഞ വിശദീകരണം ഹിന്ദു അതിന്റെ പേരിൽ ധർമ്മത്തിന്റെ അദ്ദേഹത്തിന് ഒരു ഇളവ് ശക്തി കൊടുക്കാവുന്നതാണ്. എങ്ങനെയാ? ശരി, അനൂപ് താങ്കളുടെ ന്യായം പറഞ്ഞു നിർത്തി. താങ്കളുടെ ന്യായം പറഞ്ഞു നിർത്തി. വിശദീകരണമല്ല. എങ്ങനെ ഇളവ്? നിങ്ങൾ നേരെ പറഞ്ഞ അല്ല, കാര്യം മഞ്ജുഷേ, പിന്നെ നിങ്ങൾ ഞാൻ വളച്ചു ടി ജി കിട്ടുമ്പോൾ പറഞ്ഞതൊന്നും അതിനെങ്ങനെ ഇളവ് കൊടുക്കുന്നത്? അല്ല ഞാൻ ഒരു മിനിറ്റ് അല്ല, താങ്കൾ പറഞ്ഞതിന് പറഞ്ഞു. ഞാൻ ആ ജയചന്ദ്രൻ പറഞ്ഞതിനൊരു മറുപടി ഞാനത് പറഞ്ഞിട്ട് അങ്ങനെ നിർത്താം. അദ്ദേഹം പറയുന്നത് 2004 ഇന്ത്യ തിളങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ അതുപോലെ ആ മുദ്രാവാക്യത്തിന് സംഭവിച്ച ഗതിയല്ല ഇത്തവണ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇത് ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന CPM അനുഭാവികൾക്ക് പോലും കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഇത്തവണ ജയിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയാണെന്നാണ്. ശരി, ഞാൻ ഇടപെടുകയാണ്. സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ശ്രീ വി ആർ അനൂപ്. നന്ദി അനൂപ്, നന്ദി ശ്രീ ടി ജി മോഹൻദാസ്. ശരി, നന്ദി ശ്രീ ജയചന്ദ്രൻ. ഇന്നത്തെ പോയിന്റ് ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു. ആളുകൾ വിലയിരുത്തുന്നേ. ശരി, മോദി ഗ്യാരണ്ടിയെ നേരിടാൻ ന്യായ് ഗ്യാരണ്ടിക്ക് കഴിയുമോ എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. കഴിയുമെന്ന് 46% പ്രേക്ഷകർ, ഇല്ല എന്ന് 52%. പോയിന്റ് ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി.